ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജിയിലെ ബ്ലോക്ക് ടു ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജിയിലെ ബ്ലോക്ക് 2-ലെ 7th യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ഈ 7th യൂണിറ്റോട് കൂടി രണ്ടാമത്തെ ബ്ലോക്ക് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ 7th യൂണിറ്റ് നോക്കാം. റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് പൊളിറ്റിക്കൽ സയൻസ്. അപ്പൊ നമ്മൾ 5, 6, 7 യൂണിറ്റ്, 5ാമത്തെ യൂണിറ്റിൽ നമ്മൾ ഹിസ്റ്ററി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് മനസ്സിലാക്കിയതെങ്കിൽ 6ാമത്തെ യൂണിറ്റില് എക്കണോമിക്സും ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് മനസ്സിലാക്കിയത്. 7ാമത്തെ യൂണിറ്റില് പൊളിറ്റിക്കൽ സയൻസും ആയിട്ടുള്ള റിലേഷനാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയുന്നത് എന്ന് നോക്കാം. അതായത് ശ്രദ്ധിക്കുക, നമ്മൾക്കറിയാം ഡെഫിനിഷൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഫസ്റ്റ് ടോപ്പിക് ആണ്. 7ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഡെഫിനിഷൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിന്റെ ഡെഫിനിഷൻ, നിർവചനം ശ്രദ്ധിച്ചോളൂ. പൊളിറ്റിക്കൽ സയൻസ് ഈസ് ജനറലി ഡിഫൈൻഡ് ആസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ്. പൊളിറ്റിക്കൽ സയൻസിനെ നമ്മൾ ജനറലി ആയിട്ട് പൊതുവായിട്ട് നിർവചനം നടത്തുകയാണെങ്കിൽ അത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത് എന്നാ പറയുന്നത്? സ്റ്റേറ്റും ഗവൺമെന്റും പൊളിറ്റിക്സുമാണ്. അപ്പോ പൊളിറ്റിക്കൽ സയൻസിനെ ശാസ്ത്രീയമായിട്ട് നമ്മൾ പഠനം നടത്തുകയാണെങ്കിൽ എന്തെല്ലാം അതിൽ വരും? സ്റ്റേറ്റ് വരും, ഗവൺമെന്റ് വരും, പൊളിറ്റിക്സ് വരും. സ്റ്റേറ്റും ഗവൺമെന്റും പൊളിറ്റിക്സും വരുന്നതാണ് ഏത്? പൊളിറ്റിക്കൽ സയൻസ്. ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസിനെ നമ്മൾ പൊതുവായിട്ട് നിർവചനം നടത്തുകയാണെങ്കിൽ, അവിടെ ശാസ്ത്രീയമായി പഠനം നടത്തുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? സ്റ്റേറ്റ്, ഗവൺമെന്റ്, പൊളിറ്റിക്സ്. The most frequently used concepts are politics, state power, political socialization, leadership, governance, decision taking, policy making. അതേപോലെ തന്നെ the most frequently used concept, പൊതുവായിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണ്? പൊളിറ്റിക്സ്, സ്റ്റേറ്റ്, പവർ, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം, ലീഡർഷിപ്പ്, ഗവേണൻസ്, ഡിസിഷൻ ടേക്കിംഗ്, പോളിസി മേക്കിംഗ്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് ഇതിൽ വരുന്ന പ്രധാന ആശയങ്ങൾ. മോസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് കൺസെപ്റ്റ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന ആശയം നമ്മൾ കൂടുതലായി ഉപയോഗപ്പെടുത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്? പൊളിറ്റിക്സ്, സ്റ്റേറ്റ്, പവർ, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, ലീഡർഷിപ്പ്, ഗവേണൻസ്, ഡിസിഷൻ ടേക്കിംഗ്, പോളിസി മേക്കിംഗ്. The concept of politics is central to political science. അതായത് പൊളിറ്റിക്സിന്റെ ആശയം എന്ന് പറയുന്നത് എപ്പോഴും സെൻട്രൽ ടു പൊളിറ്റിക്കൽ സയൻസ് ആണ്, കേന്ദ്രീയ രാഷ്ട്രീയ ശാസ്ത്രമാണ്. പൊളിറ്റിക്കൽ സയൻസ് ഈസ് സെൻട്രൽ ടു പൊളിറ്റിക്കൽ സയൻസ്. In general, politics is also defined as a process whereby people form, preserve and modify general rules which govern their lives. അതായത് in general, politics is also defined as a process whereby people form, preserve and modify general rules which govern their lives. അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? രാഷ്ട്രീയം എന്ന ആശയം രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെ കേന്ദ്രമാണ്. വാസ്തവത്തിൽ ചിലപ്പോൾ രണ്ടും പൊതുവായി പരസ്പരം മാറി മാറി ഉപയോഗിക്കപ്പെടുന്നു. ആളുകൾ അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന പൊതു നിയമങ്ങൾ രൂപപ്പെടുത്തുകയും സംരക്ഷിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ടാണ് രാഷ്ട്രീയം നിർവചിക്കുന്നത്. അപ്പൊ പൊതുവായിട്ട് പൊളിറ്റിക്സിനെ നിർവചിക്കുന്നത് എങ്ങനെയാണ്? In general, politics is also defined as a process whereby people form, preserve and modify
ജനറൽ റൂൾസ് വിച്ച് ഗവേൺ ദിയർ ലീഫ്. അതായത് പൊതുവായിട്ട് ആളുകൾ അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന പൊതു നിയമങ്ങൾ രൂപപ്പെടുത്തുകയും, പൊതു നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ജനറൽ റൂൾസ്. അപ്പൊ പൊതു നിയമങ്ങൾ രൂപപ്പെടുത്തുകയും സംരക്ഷിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ടാണ് രാഷ്ട്രീയത്തെ നിർവചിക്കുന്നത്. അപ്പൊ രാഷ്ട്രീയത്തെ ഇവിടെ നിർവചിക്കുന്നത് എങ്ങനെയാണ്? പൊതുവായിട്ട് രാഷ്ട്രീയത്തെ നിർവചിക്കുന്നത് എങ്ങനെയാണ്? ഇൻ ജനറൽ, പൊളിറ്റിക്സ് ഈസ് ആൾസോ ഡിഫൈൻഡ് ആസ് എ പ്രോസസ് whereby people form, preserve and modify general rules which govern their lives. അതായത് ആളുകൾ അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന പൊതു നിയമങ്ങൾ രൂപപ്പെടുത്തുകയും സംരക്ഷിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ് ആയിട്ടാണ് ഇവിടെ ഏതിനെ നിർവചിക്കുന്നത്? പൊളിറ്റിക്സിനെ നിർവചിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡെഫിനിഷൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് അതിന്റെ സെക്കൻഡ് പാരഗ്രാഫിലേക്ക് കടക്കാം. സെക്കൻഡ് പാരഗ്രാഫ് ഏകദേശം നമുക്കറിയാം. സെക്കൻഡ് പാരഗ്രാഫ് 4 പോയിന്റുകളാക്കി തിരി. സെക്കൻഡ് പാരഗ്രാഫും തേർഡ് പാരഗ്രാഫും ഫോർത്ത് പാരഗ്രാഫും ഫിഫ്ത്ത് പാരഗ്രാഫും കുറച്ച് പോയിന്റുകളായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ്ലി എന്താണ്? ഫസ്റ്റ്ലി നോക്കാം. Politics is often considered as a art of government. There are, however, competing arguments whether politics is a science or an art, just as we often have debate on scientific status of sociology as a discipline. അതായത് ഫസ്റ്റ്ലി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഫസ്റ്റ്ലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് രാഷ്ട്രീയം പലപ്പോഴും, പൊളിറ്റിക്സ് ഈസ് ഓഫ്റ്റൻ കൺസിഡർഡ് ആസ് എ ആർട്ട് ഓഫ് ഗവൺമെന്റ്. രാഷ്ട്രീയം പലപ്പോഴും ഭരണത്തിന്റെ ഒരു കലയായി കണക്കാക്കപ്പെടുന്നു. പൊളിറ്റിക്സ് പലപ്പോഴും ഗവൺമെന്റിന്റെ ആർട്ട്. പൊളിറ്റിക്സ് പലപ്പോഴും എങ്ങനെ പരിഗണിക്കപ്പെടുന്നു? ആർട്ട് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ഒരു കലയായിട്ടാണ് ഏതിനെ പരിഗണിക്കുന്നത്? പൊളിറ്റിക്സിനെ പരിഗണിക്കുന്നത്. There are, however, competing arguments whether politics is a science or an art, just as we often have debate on scientific status of sociology as a discipline. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് രാഷ്ട്രീയം പലപ്പോഴും ഭരണത്തിന്റെ, ഗവൺമെന്റിന്റെ ആർട്ടായിട്ട്, കലയായി കണക്കാക്കപ്പെടുന്നു. There are, എന്നിരുന്നാലും ഒരു ശാസ്ത്രം എന്ന നിലയിൽ, സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ശാസ്ത്രീയ നിലയെ കുറിച്ച് നമുക്ക് പലപ്പോഴും ചർച്ചകൾ ഉള്ളതുപോലെ രാഷ്ട്രീയം ഒരു ശാസ്ത്രമാണോ കലയാണോ എന്ന കാര്യത്തിൽ മത്സരപരമായ വാദങ്ങളുണ്ട്. ശാസ്ത്രം ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ശാസ്ത്രം എന്ന നിലയിൽ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ശാസ്ത്രീയ നിലയെ കുറിച്ച് നമുക്ക് പലപ്പോഴും ചർച്ചകൾ ഉള്ളതുപോലെ there are, however, competing argument whether politics is a science or an art, just as we often have debate scientific status of sociology as a discipline. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എന്നിരുന്നാലും ഒരു ശാസ്ത്രം എന്ന നിലയിൽ സോഷ്യോളജിയുടെ ശാസ്ത്രീയ നിലയെ കുറിച്ച് നമുക്ക് പലപ്പോഴും ചർച്ചകൾ ഉള്ളതുപോലെ രാഷ്ട്രീയം ശാസ്ത്രമാണോ, പൊളിറ്റിക്സ് ഒരു സയന്റിഫിക് ആണോ, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സയൻസ് ആണോ, ആർട്ടാണോ, കലയാണോ, പൊളിറ്റിക്സ് ഒരു ശാസ്ത്രമാണോ അതേപോലെ തന്നെ കലയാണോ എന്ന കാര്യത്തിൽ മത്സരപരമായ വാദങ്ങളുണ്ട്. In fact, our various scholars note the word politics is derived from the word polis, which literally means the city state. In fact, വാസ്തവത്തിൽ വിവിധ various scholars എന്ന് പറഞ്ഞാൽ എന്താ? വിവിധ പണ്ഡിതന്മാർ. ഈ fact, as we various scholars, വിവിധ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് പോലെ the word politics, രാഷ്ട്രം എന്ന പദം നഗരരാഷ്ട്രം എന്ന അർത്ഥം വരുന്ന പോളിസ് എന്ന വാക്കിൽ നിന്നാണ് ഉടലെടുത്തിട്ടുള്ളത്. ഇപ്പൊ ഈ ഫാക്ട് various scholars സൂചിപ്പിക്കുന്നത് പോലെ the word politics is derived from politics, രാഷ്ട്രീയം എന്ന പദം
എവിടെ നിന്നാ എടുത്തിട്ടുള്ളത്? പോളിസ്, വിച്ച് ലിറ്ററലി മീൻസ് ദ സിറ്റി സ്റ്റേറ്റ്. നഗരരാഷ്ട്രം എന്നറിയപ്പെടുന്ന പോളിസിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന വേർഡ് എടുത്തിട്ടുള്ളത്. ഈ ഫാക്ട് ആസ് വാരിയസ് സ്കോളേഴ്സ്, ഒരുപാട് സ്കോളേഴ്സ് പറയുന്നത് പോലെ word politics is derived from the word polis, which literally means the city state. സിറ്റി സ്റ്റേറ്റ് പറഞ്ഞാൽ എന്താ? നഗരരാഷ്ട്രം. നഗരരാഷ്ട്രം എന്ന് സൂചിപ്പിക്കുന്ന പോളിസിൽ നിന്നാണ് ഏതെടുത്തിട്ടുള്ളത്? പൊളിറ്റിക്സ് എടുത്തിട്ടുള്ളത്. ആൻഡ് ദെൻ അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? സെക്കൻഡലി മോസ്റ്റ് എസെൻഷ്യൽ ആസ്പെക്ട് വിച്ച് ഡിഫൈൻ politics and its nature is what we most often refer to public affair or related to public. Truly, realm, definition and scope of political science go beyond narrowed definition of political science, which is simply considered as the study of government or state. രണ്ടാമതായിട്ട് പറയാണ്, രാഷ്ട്രീയത്തെയും അതിന്റെ സ്വഭാവത്തെയും നിർവചിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വശം. മോസ്റ്റ് എസെൻഷ്യലി ആസ്പെക്ട് വിച്ച് ഡിഫൈൻ പൊളിറ്റിക്സ് ആൻഡ് ഇറ്റ്സ് നേച്ചർ. രാഷ്ട്രീയത്തെയും സ്വഭാവത്തെയും നിർവചിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വശമാണ് ഏത്? പൊളിറ്റിക്സ്. കൂടാതെ പൊതുകാരണങ്ങളെ കുറിച്ചോ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടതോ ആണ്. പിന്നെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? refer to public affair or related to public. അതായത് പൊതുജനങ്ങളെ കുറിച്ചോ അതേപോലെ തന്നെ പൊതുസമൂഹത്തെ കുറിച്ചോ ഉൾപ്പെടുന്നതാണ് ഏത്? പൊളിറ്റിക്സ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? രണ്ടാമത്തെ പോയിന്റില് രാഷ്ട്രീയത്തെയും അതിന്റെ സ്വഭാവത്തെയും നിർവചിക്കുക എന്നത് പ്രധാനപ്പെട്ട വശമാണ്. മാത്രല്ല പൊതുകാരണങ്ങളെ കുറിച്ചോ പൊതുജനങ്ങളുമായോ ബന്ധപ്പെട്ടതോ ആണ്. ഇത് പൊതു കാരണങ്ങളോ പബ്ലിക് അഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുകാരണങ്ങൾ. റിലേറ്റഡ് ടു പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുജനങ്ങളായി ബന്ധപ്പെട്ടതാണ്. അപ്പോ പൊളിറ്റിക്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പൊതുകാരണങ്ങളോ പബ്ലിക് അഫിയർ പൊതുകാരണങ്ങളോ പൊതുവായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ട്രൂലി. അതേപോലെ തന്നെ പിന്നെന്താണ് പറയുന്നത്? വാസ്തവത്തിൽ. റിലേം ഡെഫിനിഷൻ we must often refer to realm, definition and scope of political science go beyond narrowed definition of political science, which is simply considered as the study of government or state. അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ മേഖല, നിർവചനം, വ്യാപ്തി എന്നിവ. മേഖല, നിർവചനം, വ്യാപ്തി. ഡെഫിനിഷൻ. റിലം എന്ന് പറഞ്ഞ മേഖല. റിലം എന്ന് പറയുന്ന വാസ്തവത്തിൽ. ട്രൂലി വാസ്തവത്തിൽ. റിലം മേഖല. ഡെഫിനിഷൻ നിർവചനം. സ്കോപ്പ് വ്യാപ്തി. അപ്പൊ വാസ്തവത്തില് പൊളിറ്റിക്കൽ സയൻസിന്റെ മേഖലയും നിർവചനവും വ്യാപ്തിയും എന്നിവ ഗവൺമെന്റിന്റെയോ സംസ്ഥാനത്തിന്റെയോ പഠനമായി കണക്കാക്കപ്പെടുന്ന രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെ ഇടുങ്ങിയ നിർവചനത്തിനപ്പുറമാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? വാസ്തവത്തിൽ ട്രൂലി പൊളിറ്റിക്കൽ സയൻസിന്റെ മേഖല, നിർവചനം, വ്യാപ്തി. മേഖല പറഞ്ഞാൽ റിലം, ഡെഫിനിഷൻ പറഞ്ഞാൽ നിർവചനം, സ്കോപ്പ് പറഞ്ഞ വ്യാപ്തി എന്നിവ ഗവൺമെന്റിന്റെയോ സംസ്ഥാനത്തിന്റെയോ പഠനമായി കണക്കാക്കപ്പെടുന്ന രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെ ഇടുങ്ങിയ നിർവചനത്തിനപ്പുറമാണ്. അപ്പോ ഇവ ഏതിനപ്പുറമാണ്? അതായത് പൊളിറ്റിക്കൽ സയൻസിന്റെ വ്യാപ്തിയും മേഖലയും നിർവചനവും വ്യാപ്തി എന്നിവ ഗവൺമെന്റിന്റെയോ സംസ്ഥാനത്തിന്റെയോ പഠനമായി കണക്കാക്കുന്ന, സ്റ്റഡി ആയിട്ട് കണക്കാക്കപ്പെടുന്ന രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെ ഇടങ്ങിയ നിർവചനത്തിന് അപ്പുറമാണ്. അതാണ് സെക്കൻഡ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് തേർഡ് പാരഗ്രാഫില് എന്താണ് അത് സെക്കൻഡ് ആയിട്ട് പറയുന്നതാണ് തേർഡ് പാരഗ്രാഫിലുള്ളത് കേട്ടോ. മാറരുത്. ആദ്യം ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞു, സെക്കൻഡ് പാരഗ്രാഫിൽ ഫസ്റ്റ് പറയുന്ന കാര്യങ്ങള്, അതേപോലെ തേർഡ് പാരഗ്രാഫിൽ സെക്കൻഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങള്. ഇനി നമുക്ക് ഫോർത്ത് പാരഗ്രാഫിലേക്ക് പോവാം. എന്താണ് ഫോർത്ത് പാരഗ്രാഫിൽ ഇവിടെ നിർവചിക്കുന്നത് എന്ന് നോക്കാം. ഫോർത്ത് പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചോളൂ. അതായത്
Politics is often defined in terms its distinctive nature in engaging with the critical issue of compromise, decision making and consciousness. അതായത് തേർഡായിട്ട് പറയുകയാണ്, മൂന്നാമതായിട്ട് എന്താ ഇവിടെ പറയുന്നത്? Politics is often defined in terms of distinctive nature in engaging with critical issue. അതായത് ഇതിനെ ഒരു വിട്ടുവീഴ്ച, തീരുമാനമെടുക്കൽ, സംവാദം തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ ഇടപെടുന്നതിലെ അതിന്റെ വ്യക്തിപരമായ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയം പലപ്പോഴും നിർവചിക്കുന്നത്. അതായത് രാഷ്ട്രീയം പലപ്പോഴും നിർവചിക്കുന്നത് എങ്ങനെയാണ് എന്നാ പറയുന്നത്? Politics is often defined in terms of distinctive nature in engaging with the critical issue of compromise and decision making and consciousness. അതായത് രാഷ്ട്രീയത്തെ ഇവിടെ നിർവചിക്കുന്നത് വിട്ടുവീഴ്ച, തീരുമാനമെടുക്കൽ, സംവാദം തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ ഉൾപ്പെടുന്നതിലെ അതിന്റെ വ്യതിരിക്തമായ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയം പലപ്പോഴും നിർവചിക്കപ്പെടുന്നത്. മുൻകൈയെടുത്തും നഗ്നമായ അധികാരങ്ങളിലൂടെയും മാത്രമല്ല വിട്ടുവീഴ്ച, ചർച്ചകൾ എന്നിവയുടെ സംഘർഷം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സാമൂഹിക സംവിധാനമായി പലപ്പോഴും രാഷ്ട്രീയം മാറിയേക്കാം. ഇവിടെ പറയുന്നത് പൊളിറ്റിക്സ് ഈസ് ഓഫ്റ്റൻ ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റിങ്റ്റീവ് നേച്ചർ ഇൻ എൻഗേജിംഗ് വിത്ത് ക്രിറ്റിക്കൽ ഇഷ്യൂ ഓഫ് കോംപ്രമൈസ്. ഇവിടെ പൊളിറ്റിക്സിനെ എങ്ങനെയാണ് പൊളിറ്റിക്സിന്റെ നിരൂപണമായിട്ട് കാണിക്കുന്നത്? കോംപ്രമൈസിങ്, ഡിസിഷൻ മേക്കിംഗ്, കോൺസ്യൂസ്നെസ്. Politics is often related with the social machinery aiming towards resolving conflict mostly through compromise, conciliation and negotiation rather than through the force and naked power all alone. Politics എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? Politics is often related with the social machinery aiming towards resolving conflict, തർക്കങ്ങളെ പരിഹരിക്കുക. കോംപ്രമൈസ് ചെയ്യാറിന് എന്താണ്? എന്തിനാണ് കോംപ്രമൈസ് ചെയ്യാറിനാല്? പ്രശ്നങ്ങൾ പരിഹരിക്കുക. കോൺസിലേഷൻ എന്നാലും ചർച്ചകൾ നടത്തുക. അങ്ങനെ ഇത്തരത്തിലൊക്കെ ഉള്ള രീതിയിലൂടെയാണ് പൊളിറ്റിക്സിന്റെ ശക്തി, പവർ രേഖപ്പെടുത്തേണ്ടത്. പൊളിറ്റിക്സ് ഈസ് ഓഫ്റ്റൻ റിലേറ്റഡ് വിത്ത് സോഷ്യൽ മിഷനറി എയിമിംഗ് ടുവേർഡ്സ് റിസോൾവിംഗ് കോൺഫ്ലിക്റ്റ് മോസ്റ്റ്ലി ത്രൂ കോംപ്രമൈസ്, conciliation and negotiation rather than through the force and naked power all alone. ഇവിടെ പൊളിറ്റിക്സിന്റെ ശക്തി രേഖപ്പെടുത്തേണ്ടത് ഏതൊക്കെ രീതികളിലൂടെയാണ്? കോംപ്രമൈസിങ്ങിലൂടെയും കോൺസിലേഷനിലൂടെയും നെഗോട്ടിയേഷനിലൂടെയൊക്കെയാണ് രാഷ്ട്രീയത്തിന്റെ ശക്തി പ്രകടിപ്പിക്കേണ്ടത്. ആൻഡ് ഫോർത്ത് പാരഗ്രാഫിൽ എന്താ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. Lastly, politics is often associated with the power and exercise of influence. Scholars thus often defined politics as the heart of all collective social activity embodied with formal and informal, public and private binaries in all social group and institution. അതായത് ലാസ്റ്റ് ഫോർത്ത് പാരഗ്രാഫിലൂടെ ഇവിടെ എന്താണ് വ്യക്തമാക്കുന്നത്? പൊളിറ്റിക്സ് ഫോർത്ത് പാരഗ്രാഫിലൂടെ ഇവിടെ എന്താണ് വ്യക്തമാക്കി തരുന്നത്? അവസാനമായി ലാസ്റ്റിലി പൊളിറ്റിക്സ് ഈസ് ഓഫ്റ്റൻ അസോസിയേറ്റഡ് വിത്ത് പവർ ആൻഡ് എക്സസൈസ് ഓഫ് ഇൻഫ്ലുവൻസ്. സ്കോളേഴ്സ് thus often define politics as the heart of all collective social activity embodied with formal and informal, public and private binary in all social group and institution. രാഷ്ട്രീയം പലപ്പോഴും അധികാരമായും സ്വാധീന പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയം പലപ്പോഴും എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അസോസിയേറ്റഡ് വിത്ത് പവർ ആൻഡ് എക്സസൈസ് ഇൻഫ്ലുവൻസ്. സ്കോളേഴ്സ് thus often define politics. അതായത് രാഷ്ട്രീയം പലപ്പോഴും അധികാരമായും സ്വാധീന പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ എല്ലാ സാമൂഹിക ഗ്രൂപ്പുകളിലും സംസ്ഥാനങ്ങളിലും ഔപചാരികവും അനൗപചാരികവും പൊതു സ്വകാര്യ തത്വങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ കൂട്ടായ സാമൂഹിക പരിവർത്തനങ്ങളുടെയും
കാതലായി എന്തിനെ നിർവചിക്കപ്പെടുന്നു? രാഷ്ട്രീയത്തെ കണക്കാക്കപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ ശ്രദ്ധിച്ചോളൂ, രാഷ്ട്രീയം പലപ്പോഴും അധികാരമായും സ്വാധീന പ്രയോഗമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ എല്ലാ സാമൂഹിക ഗ്രൂപ്പുകളിലും സ്ഥാപനങ്ങളിലും ഔപചാരികവും അനൗപചാരികവും പൊതു സ്വകാര്യ പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ കൂട്ടായ സാമൂഹിക പ്രവർത്തനങ്ങളുടെയും കാതലായി രാഷ്ട്രീയം പലപ്പോഴും നിർവചിക്കുന്നു. മാത്രല്ല, ഈ അർത്ഥത്തിൽ സമൂഹത്തിന്റെ സാമൂഹിക ഇടപെടലിന്റെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയം നടക്കുന്നു. അപ്പോ ഇവിടെ അവസാനമായിട്ട് എന്താ പറയുന്നത്? രാഷ്ട്രീയം പലപ്പോഴും എങ്ങനെയാണ് നിലകൊള്ളുന്നത്? അധികാരമായിട്ടും അതേപോലെ തന്നെ സ്വാധീന പ്രയോഗമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ എല്ലാ സാമൂഹിക ഗ്രൂപ്പുകളിലും സ്ഥാപനങ്ങളിലും ഔപചാരികവും അനൗപചാരികവുമായ പൊതു സ്വകാര്യതകൾ ഉൾപ്പെടുന്ന എല്ലാ കൂട്ടായ സാമൂഹിക പ്രവർത്തനങ്ങളുടെയും കാതലായിട്ടാണ് രാഷ്ട്രീയത്തെ പലപ്പോഴും നിർവചിക്കുന്നത്. ഈ അർത്ഥത്തിൽ സമൂഹത്തിലെ സാമൂഹിക ഇടപെടലിന്റെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയം നിലനിൽക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. ഡെഫിനിഷൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസിന് ഹെഡിങ് കൊടുക്കുക. അതിലെ ഫസ്റ്റ് പാരഗ്രാഫും സെക്കൻഡ് പാരഗ്രാഫും തേർഡ് പാരഗ്രാഫും ഫോർത്ത് പാരഗ്രാഫും ഫിഫ്ത്ത് പാരഗ്രാഫും അതിൽ വേണ്ട കാര്യങ്ങൾ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. അപ്പം അത്രയും കാര്യങ്ങൾ നോട്ട് ഷോർട്ടായിട്ട് എഴുതിയെടുക്കുക. അടുത്ത ടോപ്പിക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് 7th യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഷിഫ്റ്റ് ഇൻ ദ ഫോക്കസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അതായത് ഷിഫ്റ്റ് ഇൻ ദ ഫോക്കസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രീയ ശാസ്ത്രത്തിലേക്കുള്ള ഒരു കേന്ദ്രീകരണം. രാഷ്ട്രീയ ശാസ്ത്രത്തിലേക്കുള്ള ഒരു കേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെ കേന്ദ്രീകരണവുമായിട്ടുള്ള മാറ്റത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ പറയുന്നു, നേച്ചർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആസ് എ ഡിസിപ്ലിൻ ഹാസ് ട്രാൻസ്ഫോംഡ് ആൻഡ് ചേഞ്ച്ഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. നേച്ചർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആസ് എ ഡിസിപ്ലിൻ ഹാസ് ട്രാൻസ്ഫോംഡ് ആൻഡ് ചേഞ്ച്ഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. കുറച്ച് കാലഘട്ടങ്ങളായിട്ട്, കുറച്ച് പീരിയഡായിട്ട് പൊളിറ്റിക്കൽ സയൻസിന്റെ സ്വഭാവത്തില് പരിവർത്തനവും മാറ്റവും സംഭവിച്ചിട്ടുണ്ട്. നേച്ചർ എന്ന് പറഞ്ഞ സ്വഭാവം, ഏതിന്റെ? പൊളിറ്റിക്കൽ സയൻസിന്റെ സ്വഭാവത്തിലും പരിവർത്തനവും മാറ്റവും സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് കാലങ്ങളായി, കുറച്ച് പീരിയഡ്സുകളായിട്ട്. പീരിയഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത കാലഘട്ടത്തില് പൊളിറ്റിക്കൽ സയൻസിന്റെ സ്വഭാവത്തില് മാറ്റവും പരിവർത്തനവും സംഭവിച്ചിട്ടുണ്ട്. ഹെൻസ് ചേഞ്ച് ഫ്രം പൊളിറ്റിക്സ് ടു പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവൺമെന്റ് ടു ഗവേൺസ് ആൻഡ് പൊളിറ്റിക്കൽ റീസൺ ടു സോഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ടു ഹാവ് ടേക്കൺ പ്ലേസ് ഇൻ പാസ്റ്റ്. അതേപോലെ തന്നെ ഹെൻസ് ദ ചേഞ്ചസ് ഫ്രം പൊളിറ്റിക്സ് to political system, government to governs and political reason to social determinants to have taken place in past. അതായത് ഭൂതകാലത്തിലേക്ക് കടക്കുമ്പോൾ, പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഭൂതകാലത്തിലേക്ക് കടക്കുമ്പോൾ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടല്ല പൊളിറ്റിക്കൽ സയൻസിന്റെ ഈ പരിവർത്തനം സംഭവിച്ചത്. അപ്പോ പാസ്റ്റിലേക്ക് കടക്കുമ്പോൾ പൊളിറ്റിക്കൽ സയൻസിന്റെ പരിവർത്തനം സംഭവിച്ചത് എങ്ങനെയല്ല എന്നാ പറയുന്നത്? അതായത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. ഹെൻസ് ചേഞ്ച് ഫ്രം പൊളിറ്റിക്സ് ടു പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവൺ ടു ഗവേൺസ് ആൻഡ് പൊളിറ്റിക്കൽ റീസൺ ടു സോഷ്യൽ ഡിറ്റർമിനൻസ് ടു ഹാവ് ടേക്കൺ പ്ലേസ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞ കാലഘട്ടങ്ങളുമായി നോക്കുമ്പോൾ നമുക്കറിയാം പൊളിറ്റിക്കൽ സിസ്റ്റത്തില് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചേഞ്ചസ് ഫ്രം പൊളിറ്റിക്സ് ടു പൊളിറ്റിക്കൽ സിസ്റ്റം, പൊളിറ്റിക്സിലും പൊളിറ്റിക്കൽ സമ്പ്രദായത്തിലും ഗവൺമെന്റ് ടു ഗവൺമെന്റിന്റെ ഭരണരീതിയിലും
രാഷ്ട്രീയ കാരണങ്ങളിലൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? കഴിഞ്ഞ കാലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഹെൻസ് ദ ചേഞ്ചസ് ഫ്രം പൊളിറ്റിക്സ് ടു പൊളിറ്റിക്കൽ സിസ്റ്റം. രാഷ്ട്രീയവും രാഷ്ട്രീയ സമ്പ്രദായവും ഗവൺമെന്റ് ടു ഗവേണൻസ്, ഭരണവും ഗവൺമെന്റും ഗവൺമെന്റ് പറഞ്ഞാൽ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഭരിക്കുക. അപ്പൊ ഗവൺമെന്റിന്റെ ഭരണരീതികളും പൊളിറ്റിക്കൽ റീസൺസും രാഷ്ട്രീയ കാരണങ്ങളിലൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഭൂതകാലത്തിനേക്കാൾ കഴിഞ്ഞ കാലങ്ങളെക്കാൾ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദിസ് ട്രാൻസ്ഫർമേഷൻ ഇൻ പൊളിറ്റിക്കൽ സയൻസ് did not occur in isolation from society. This transformation in political science, അതായത് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ട്രാൻസ്ഫർമേഷൻ ഇൻ പൊളിറ്റിക്കൽ സയൻസ് did not occur in isolation from society. രാഷ്ട്രീയ ശാസ്ത്രത്തിലെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടല്ല രാഷ്ട്രീയ ശാസ്ത്രത്തിലെ ഈ പരിവർത്തനം സംഭവിച്ചത്. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? സമൂഹത്തിൽ നിന്നും, സൊസൈറ്റിയിൽ നിന്നും ഐസൊലേഷൻ എന്നാണ് ഒറ്റപ്പെട്ട്. അപ്പൊ സൊസൈറ്റിയിൽ നിന്നും ഒറ്റപ്പെട്ടല്ല പൊളിറ്റിക്കൽ സയൻസിൽ എന്ത് സംഭവിച്ചത്? പരിവർത്തനം സംഭവിച്ചത്. സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടുകൊണ്ടല്ല പൊളിറ്റിക്കൽ സയൻസിൽ മാറ്റങ്ങൾ സംഭവിച്ചത്. The changes in contemporary globalized and interconnected world essentially reflected in the changing scope and nature of discipline. അതുകൊണ്ട് തന്നെ കണ്ടംപററി എന്നാൽ എന്താണ്? സമകാലിക. കണ്ടംപററി ഗ്ലോബലൈസ്ഡ് എന്ന് പറഞ്ഞാൽ സമകാലിക ആഗോളവൽക്കരിക്കപ്പെട്ടതും പരസ്പര ബന്ധിതവുമായ ലോകത്തിലെ മാറ്റങ്ങൾ അടിസ്ഥാനപരമായി വിഷയത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന വ്യാപ്തിയിലും സ്വഭാവത്തിലും പ്രതിഫലിക്കുന്നു. അതായത് നേച്ചറിലും, സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വ്യാപ്തി, നേച്ചർ എന്ന് പറഞ്ഞാൽ സ്വഭാവം, ഈ വ്യാപ്തിയിലും സ്വഭാവത്തിലും എന്ത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നാ പറയുന്നത്? എന്താണ് സ്വഭാവത്തിലും അതേപോലെ തന്നെ വ്യാപ്തിയിലും പ്രതിഫലിക്കുന്നത്? സമകാലിക, കണ്ടംപററി, ഗ്ലോബലൈസ് എന്ന് പറഞ്ഞാൽ സമകാലിക ആഗോളവൽക്കരിക്കപ്പെട്ടതും, ഇന്റർകണക്റ്റഡ് എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധിതമായ ലോകത്തിലെ മാറ്റങ്ങൾ അടിസ്ഥാനപരമായി വിഷയത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന വ്യാപ്തിയിലും സ്വഭാവത്തിലും പ്രതിഫലിക്കുന്നു. കണ്ടംപററി ഗ്ലോബലൈസ്ഡ് എന്ന് പറഞ്ഞാൽ സമകാലിക ആഗോളവൽക്കരിക്കപ്പെട്ടതും, ഇന്റർകണക്റ്റഡ് പറഞ്ഞാൽ പരസ്പര ബന്ധിതവുമായ ലോകത്തിന്റെ മാറ്റങ്ങൾ അടിസ്ഥാനപരമായി വിഷയത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന വ്യാപ്തിയിലും സ്വഭാവത്തിലും, സ്കോപ്പിലും സ്വഭാവത്തിലും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാ പറയുന്നത്? പ്രതിഫലിക്കുന്നു. ഇതാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോ സമകാലിക ഗ്ലോബലൈസ്ഡ്, സമകാലിക ആഗോളവൽക്കരണത്തിന്റെയും ഇന്റർകണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരസ്പര ബന്ധിതവുമായ ലോകത്തിലെ മാറ്റങ്ങൾ, ലോകത്തിന്റെ മാറ്റങ്ങൾ അടിസ്ഥാനപരമായി വിഷയത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന വ്യാപ്തിയിലും സ്വഭാവത്തിലും പ്രതിഫലിക്കുന്നു. ഇതാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ പറയുന്ന കാര്യങ്ങൾ. അടുത്തത് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് കടക്കാം. എന്താണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് നമുക്ക് നോക്കാം. സെക്കൻഡ് പാരഗ്രാഫ്, അതായത് furthermore, as mentioned above, it is actually during the Cold War years that approach to see political world changed drastically. അതായത് furthermore കൂടാതെ, മുകളിൽ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ ലോകം ഗണ്യമായി മാറുന്നത് കാണാൻ കഴിയുന്നത് ശീതയുദ്ധകാലത്താണ്. Furthermore, I mentioned above, it is actually during the Cold War years that approach to see political world changed drastically. അതായത് കൂടാതെ മുകളിൽ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ ലോകം, പൊളിറ്റിക്കൽ വേൾഡ് പറഞ്ഞാൽ രാഷ്ട്രീയ ലോകം ഗണ്യമായി മാറുന്നത് കാണാൻ കഴിയുന്നത് ശീതയുദ്ധകാലത്താണ്. അപ്പോ പൊളിറ്റിക്കൽ വേൾഡ് മാറുന്നത് കാണുന്നത് ഏത് കാലത്താണ് എന്നാ പറയുന്നത്? ശീതയുദ്ധം, കോൾഡ്
കോൾഡ് വാറിന്റെ കാലത്താണ് രാഷ്ട്രീയ ലോകത്തില് മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നത്. അപ്പോ ശീതയുദ്ധത്തിന്റെ കോൾഡ് വാറിന്റെ കാലത്താണ് പൊളിറ്റിക്കൽ വേൾഡ് രാഷ്ട്രീയ ലോകത്തിൽ എന്ത് സംഭവിച്ചത്? മാറ്റം ഉണ്ടായതായിട്ട് കാണപ്പെടുന്നത്. In fact, the major changes in political science took place with the advent of behaviorism after the World War II. Since the political science began to study political process and behavior. വാസ്തവത്തിൽ ലോകമഹായുദ്ധത്തിന് ശേഷം പെരുമാറ്റവാദത്തിന്റെ ആവിർഭാവത്തോടെയാണ് രാഷ്ട്രീയ ശാസ്ത്രത്തിലെ പ്രധാന മാറ്റങ്ങൾ സംഭവിച്ചത്. അതേപോലെ പിന്നെന്താ അവിടെ വ്യക്തമാക്കുന്നത്? ഇൻ ഫാക്ട് മേജർ ചേഞ്ചസ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് ടുക്ക് പ്ലേസ് വിത്ത് ദ അഡ്വന്റ് ഓഫ് ബിഹേവിയറിസം ആഫ്റ്റർ ദ വേൾഡ് വാർ സെക്കൻഡ്. അതായത് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? വാസ്തവത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വേൾഡ് വാർ സെക്കൻഡ് എന്ന് പറഞ്ഞാല് രണ്ടാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പെരുമാറ്റത്തിന്റെ ആവിർഭാവത്തോടെയാണ് രാഷ്ട്രീയ ശാസ്ത്രത്തിലെ പൊളിറ്റിക്കൽ സയൻസിലെ പ്രധാന മാറ്റങ്ങൾ സംഭവിച്ചത്. ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചത് ഏതോടുകൂടിയാണ് എന്ന് പറയുന്നത്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്, ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ്. അപ്പൊ പൊളിറ്റിക്കൽ സയൻസിൽ മാറ്റങ്ങൾ സംഭവിച്ചത് ഏതിന്റെ ഫലമായിട്ടാണ് എന്നാ പറയുന്നത്? സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം വാസ്തവത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് പൊളിറ്റിക്കൽ സയൻസിൽ മാറ്റങ്ങൾ കാണാൻ സാധിച്ചത്. മാത്രമല്ല അതിന്റെ പഠനത്തിലും പൊളിറ്റിക്കൽ പ്രോസസ് രാഷ്ട്രീയ പ്രക്രിയയിലും സ്വഭാവത്തിലും പഠനങ്ങൾ നടത്തുന്നതിനും അത് സഹായിച്ചു. അപ്പോ വാസ്തവത്തില് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് പൊളിറ്റിക്കൽ സയൻസിൽ ചേഞ്ചസ് സംഭവിച്ചത്. അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രക്രിയകളും ബിഹേവിയറും ഒക്കെ പഠനം നടത്താനും സഹായിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. തേർഡ് പാരഗ്രാഫിൽ എന്താണ് വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. The post Cold War period witnessed proliferation of transnational economic entities such as the old European market, North American Free Trade Agreement, World Trade Organization, and the development of regional political bodies such as European Union, Non-Alignment Movement, African Union, and Association Southeast Asian Nation. അതായത് തുടർന്ന് പോസ്റ്റ് കോൾഡ് വാർ ശീതയുദ്ധാന്തര കാലഘട്ടം പഴയ യൂറോപ്യൻ വിപണി, യൂറോപ്യൻ യൂണിയൻ, അതേപോലെ തന്നെ പിന്നെ ചേരിചേരാ പ്രസ്ഥാനം, ആഫ്രിക്കൻ യൂണിയൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ വികസനം, തൊഴിൽ, മനുഷ്യാവകാശ ഗ്രൂപ്പ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. പോസ്റ്റ് കോൾഡ് വാർ പീരിയഡ്, അതായത് ശീതസമരത്തിനു ശേഷം, പോസ്റ്റ് കോൾഡ് വാർ അതായത് കോൾഡ് വാറിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്? പോസ്റ്റ് കോൾഡ് വാർ പീരിയഡ് വിറ്റ്നസ്ഡ് proliferation of transnational economic entities such as old European market, North American Free Trade Agreement, World Trade Organization, and the development of regional political body, European Union, Non-Alignment Movement, African Union, Association of Southeast Nation. ഇത്രയും കാര്യങ്ങൾക്ക് ശീതസമരത്തിന് ശേഷം എന്ത് ചെയ്തു എന്ന് പറയുന്നത്? ഇവയുടെയൊക്കെ വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുത്തു. അതൊരു രാഷ്ട്രീയപരമായ ഇടപെടലാണ്. അപ്പോ
രാഷ്ട്രീയ പൊളിറ്റിക്സിന്റെ മാറ്റം എന്ന് പറയുമ്പോൾ ശീതസമരാനന്തരം ഏതൊക്കെ കാര്യങ്ങളാണ് ഉയർന്നു വന്നത്? ഓൾഡ് യൂറോപ്യൻ മാർക്കറ്റും നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും റീജിയണൽ പൊളിറ്റിക്കൽ ബോഡീസും യൂറോപ്യൻ യൂണിയനും നോൺ അലൈൻമെന്റ് മൂവ്മെന്റും ആഫ്രിക്കൻ യൂണിയൻ ആൻഡ് അസോസിയേഷൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷനാസ് അഫൈ എന്ന് പറയും. AFEAN ആഫ്രിക്കൻ യൂണിയൻ അസോസിയേഷൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻ. ഇതിന്റെയൊക്കെ വളർച്ചയ്ക്ക് ഏത് കാരണമായി തീർന്നു? ശീതസമരം കാരണമായി. അതുകൊണ്ട് രാഷ്ട്രീയപരമായ ഒരു മാറ്റത്തിന് കോൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും ഒക്കെ കാരണമായി എന്നാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ all of this generated new forms of political community. ഒരു രാഷ്ട്രീയ കമ്മ്യൂണിറ്റിക്ക് തുടക്കം കുറിച്ചു. സോഷ്യോളജിക്കലി ക്രൂഷ്യലി ഇഷ്യൂസ് സച്ച് ആസ് സമൂഹശാസ്ത്രപരമായിട്ടുള്ള ഇഷ്യൂസുകൾ എന്തൊക്കെയായിരുന്നു? റൈറ്റ് അവകാശം, ഐഡന്റിറ്റി, റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ഡെവലപ്മെന്റ്. പക്ഷെ സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസുകളും നിലനിന്നിരുന്നു. എന്തിന്റെയൊക്കെ പേരില്? റൈറ്റ് അവകാശത്തിന്റെ പേരിലും ഐഡന്റിറ്റിയുടെ പേരിലും മതപരമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിലൊക്കെ ഒരു സോഷ്യോളജിക്കൽ ഇഷ്യൂസും നിലനിന്നിരുന്നു. പൊളിറ്റിക്സ് അറൌണ്ട് റേഷ്യൽ ആൻഡ് എത്തിക് ഇഷ്യൂ. രാഷ്ട്രീയപരമായിട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് എന്താണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്? ജെൻഡർ ജസ്റ്റിസ്, സ്ത്രീ പുരുഷ നീതി, ജെൻഡർ ജസ്റ്റിസ്, കമ്മ്യൂണലിസം, സെക്യുലറിസം, എമിഗ്രന്റ് പൊളിറ്റിക്സ്, ഇക്കോളജി ആൻഡ് ഡെവലപ്മെന്റ്, ഇൻഡിജീനിയസ് പീപ്പിൾ പൊളിറ്റിക്സ്, അതേപോലെ തന്നെ പൊളിറ്റിക്സ് ആൻഡ് ഇഷ്യൂസ് ഓഫ് ലെസ്ബിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേ വർഗത്തിലുള്ളവർ വിവാഹം ചെയ്യുന്നതിനെയാണ് ലെസ്ബിയൻസ് എന്ന് പറയുക. ലെസ്ബിയൻ, ഗേയെ, ബൈസെക്സല്, ട്രാൻസ്ജെൻഡർ തുടങ്ങിയ പ്രശ്നങ്ങളെയൊക്കെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആയിട്ടാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. സോഷ്യോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോഷ്യോളജിക്കൽ ഇഷ്യൂ പറയുന്നത് ഏതാ? റൈറ്റ്, ഐഡന്റിറ്റി, റിലീജിയൻ ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്. എന്നാൽ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ജെൻഡർ ജസ്റ്റിസ്, കമ്മ്യൂണലിസം, സെക്യുലറിസം, എമിഗ്രന്റ് പൊളിറ്റിക്സ്, ഇക്കോളജി ആൻഡ് ഡെവലപ്മെന്റ്, ഇൻഡിജീനിയസ് പീപ്പിൾ പൊളിറ്റിക്സ്. അതേ പൊളിറ്റിക്സ് ഇഷ്യൂവിൽ തന്നെ വരുന്ന മറ്റൊരു പ്രശ്നമാണ് ലെസ്ബിയൻ, ഗേയെ, ബൈസെക്സ്വൽ, ട്രാൻസ്ജെൻഡർ. അപ്പൊ ഇത്രയും കാര്യങ്ങളെയൊക്കെ കുറിച്ച് ഒരു ഇത്തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടും സോഷ്യോളജിക്കലായിട്ടുള്ള ഇഷ്യൂസിനെയൊക്കെ വിശകലനം ചെയ്യാൻ പൊളിറ്റിക്കൽ സയൻസിന്റെ വളർച്ച വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല പൊളിറ്റിക്കൽ സയൻസിന്റെ വളർച്ചയ്ക്ക് പ്രധാന കാരണം എന്ന് പറയുന്നത് 2 യുദ്ധങ്ങളാണ്. കോൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും. 2ാം ലോക മഹായുദ്ധവും ശീതസമരവും പൊളിറ്റിക്കൽ സയൻസിന്റെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. കാരണം ഈ യുദ്ധത്തോടു കൂടിയാണ് നമുക്ക് രാഷ്ട്രീയം സമൂഹത്തിൽ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. അപ്പോ പൊളിറ്റിക്കൽ സയൻസ് സമൂഹത്തിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായത് കോൾഡ് വാറിലൂടെയും അതേപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിലൂടെയുമാണ്. അതിന്റെ ഫലമായിട്ട് സോഷ്യോളജിക്കൽ ഇഷ്യൂസും പൊളിറ്റിക്കൽ ഇഷ്യൂസിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതിനും കാരണമായി എന്നാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഈ ടോപ്പിക്കിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഇമ്പോർട്ടന്റ് ആണ് ഈ ടോപ്പിക്ക്. അതുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അത്രയും കാര്യങ്ങൾ ഷോർട്ടായിട്ട് നിങ്ങൾ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോ യൂണിറ്റ് 7ലെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. നമ്മളെ ചാപ്റ്ററിന്റെ പേരാണ് ഇനി പഠിക്കുന്നത് നമ്മൾ, അല്ലേ? അപ്പൊ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും എത്രമാത്രം ബന്ധം പുലർത്തുന്നു എന്ന് നമുക്ക് നോക്കാം. Sociology and political science are closely related to each other in many respects. പല കാര്യങ്ങളിലും സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും പരസ്പരം ബന്ധം പുലർത്തുന്നുണ്ട്. പല റെസ്പെക്റ്റുകളിലും പല കാര്യങ്ങളിലും സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും പരസ്പരം ക്ലോസ്ലി റിലേറ്റഡ് ആണ്.
It is said that the disciplines of sociology and political science are closely interwoven in their analysis of power, authority structures, administration and governing. അതായത് it is said that the discipline of sociology and political science closely interwoven. സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും പരസ്പരം ബന്ധം പുലർത്തുമ്പോൾ അത് എന്തിന്റെ വിശകലനത്തിന് കാരണമാകും? പവർ, അധികാരം, അതോറിറ്റി സ്ട്രക്ചേഴ്സ്. പവർ എന്ന് പറഞ്ഞാൽ ശക്തി, അഥവാ പവർ മീൻസ് ശക്തി, അതോറിറ്റി സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ ഘടന, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവേണിംഗ്. ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഒരു വിശകലനത്തിന് ഏത് തമ്മില് ഉള്ള ബന്ധം കാരണമാകുന്നു? സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ഇന്റർ റിലേഷൻ എന്തിന്റെ വിശകലനത്തിന് കാരണമായി? പവർ, ശക്തി, അതോറിറ്റി സ്ട്രക്ചേഴ്സ്, അധികാരത്തിന്റെ ഘടന, അഡ്മിനിസ്ട്രേഷൻ, ഭരണം, ഗവേണിംഗ്, അപ്പൊ നിയന്ത്രണം, ഇത്രയും കാര്യങ്ങളുടെ വിശകലനത്തിന് ഏത് കാരണമാകുന്നുണ്ട്? സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ബന്ധം കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്താ പറയുന്നത് നോക്കാം. ഫസ്റ്റ്ലി പൊളിറ്റിക്കൽ സയൻസ് റിലേസ് heavily upon sociology for its basic theories and method. അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് പൊളിറ്റിക്കൽ സയൻസ് റിലേസ് ഹെവിലി അപ്പോൺ സോഷ്യോളജി ഫോർ ഹിസ് ബേസിക് തിയറീസ്. ബേസിക് തിയറി പറഞ്ഞ അടിസ്ഥാന ആശയങ്ങൾ. അതായത് നമുക്കറിയാം സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിൽ അടിസ്ഥാനപരമായിട്ട് എന്ത് പുലർത്തുന്നുണ്ട്? ബന്ധം പുലർത്തുന്നുണ്ട്. ഇപ്പൊ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മില് അതിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾക്കും രീതികൾക്കുമായി എന്ത് ചെയ്യുന്നു? ബന്ധം പുലർത്തുന്നു. ഇവിടെ ശ്രദ്ധിക്കുക. ഒന്നാമതായി ഫസ്റ്റ്ലി പൊളിറ്റിക്കൽ സയൻസും അതിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾക്കും രീതികൾക്കുമായി സോഷ്യോളജിയെ വളരെയധികം ആശ്രയിക്കുന്നു. അപ്പോ പൊളിറ്റിക്കൽ സയൻസ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തിയറികൾക്കും മെത്തേഡുകൾക്കുമായി ഏതിനെ ആശ്രയിക്കുന്നുണ്ട്? സോഷ്യോളജിയുമായി ബന്ധം പുലർത്തുന്നു. പൊളിറ്റിക്കൽ സയൻസ് റിലയൻസ് ഹാവിലി അപ്പോൺ സോഷ്യോളജി ഫോർ ഹിസ് ബേസിക് തിയറി ആൻഡ് മെത്തേഡ്. പൊളിറ്റിക്കൽ സയൻസ് അതിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾക്കും രീതികൾക്കും വേണ്ടി ആരുമായി ബന്ധം പുലർത്തുന്നു? സോഷ്യോളജിയുമായി ബന്ധം പുലർത്തുന്നു. For example, in mid-20th century, Michigan social psychologist and Parsonian and Harvard significantly shaped political science agenda in political behavior and political development. അതായത് 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ മിഷിഗൻ സാമൂഹിക മനഃശാസ്ത്രജ്ഞരും ഹാർവാർഡിലെ പാഴ്സോണിയക്കാരും യഥാക്രമം പൊളിറ്റിക്കൽ പെരുമാറ്റത്തിലും രാഷ്ട്രീയ വികസനത്തിലും പൊളിറ്റിക്കൽ സയൻസിന്റെ അജണ്ടകൾക്ക് ഗണ്യമായി രൂപം നൽകി. ഇപ്പൊ 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലെ മിഷിഗൻ സാമൂഹിക മനഃശാസ്ത്രരും മിഷിഗൻ സോഷ്യൽ സൈക്കോളജിസ്റ്റ് പറഞ്ഞ ആരാണ്? സാമൂഹിക മനഃശാസ്ത്രരും അതേപോലെ തന്നെ പാർസോണിയൻ ഹാർവാർഡ്, അതായത് ഹാർവാർഡിലെ പാർസോണിയക്കാരും മിഷിഗൻ സോഷ്യൽ സൈക്കോളജിസ്റ്റുകളും ഹാർവാർഡിലെ പാർസോണിയക്കാരും യഥാക്രമം രാഷ്ട്രീയ പെരുമാറ്റത്തിലും പൊളിറ്റിക്കൽ സയൻസ് അജണ്ട രാഷ്ട്രീയ പെരുമാറ്റത്തിലും അതേപോലെ തന്നെ
രാഷ്ട്രീയ വികസനത്തിലും പൊളിറ്റിക്കൽ സയൻസ് അതിന്റെ അജണ്ടകൾക്ക് ഗണ്യമായി രൂപം നൽകി. അപ്പൊ പൊളിറ്റിക്കൽ സയൻസ് അതിന്റെ അജണ്ടകൾക്ക് എങ്ങനെയാണ് രൂപം നൽകിയത്? പൊളിറ്റിക്കൽ ബിഹേവിയറിലും പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിലും. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ മിഷിഗൺ സോഷ്യൽ സൈക്കോളജിസ്റ്റുകളും ഹാർവാർഡിലെ പാഴ്സോണിയക്കാരും യഥാക്രമം പൊളിറ്റിക്കൽ ബിഹേവിയറിലും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിലും രാഷ്ട്രീയ ശാസ്ത്ര അജണ്ടകൾക്ക് ഗണ്യമായി രൂപം നൽകി. അപ്പോ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് മിഷിഗൺ സോഷ്യൽ സൈക്കോളജിസ്റ്റുകളും ഹാർവാർഡിലെ പാർസോണിയക്കാരും പൊളിറ്റിക്കൽ ബിഹേവിയറിനും പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിനും വേണ്ടി ഒരു രാഷ്ട്രീയ അജണ്ടയ്ക്ക് രൂപം നൽകി. ഇതാണ് ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. ആൻഡ് ദെൻ സെക്കൻഡ് ആയിട്ട് പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം. രണ്ടാമതായിട്ട് ഡിസിപ്ലിൻ സച്ച് ആസ് എക്കണോമിക് ഹിസ്റ്ററി, ആന്ത്രോപോളജി ആൻഡ് സൈക്കോളജി. അതേപോലെ തന്നെ ഡിസിപ്ലിൻ ഇവിടെ എന്തെല്ലാമാണ് ഉൾക്കൊള്ളുന്നത്? രണ്ടാമതായിട്ട് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നാ പറയുന്നത്? രാഷ്ട്രീയ വികസനത്തിലും അതായത് രണ്ടാമതായിട്ട് സച്ച് ആസ് എക്കണോമിക് സാമ്പത്തികവും, ഹിസ്റ്ററി ചരിത്രപരവും, ആന്ത്രോപോളജി നരവംശാസ്ത്രപരവും, സൈക്കോളജി മനഃശാസ്ത്രപരമായ അജണ്ടകൾക്ക് ഏത് രൂപം നൽകി? പൊളിറ്റിക്കൽ സയൻസ് ഗണ്യമായ രൂപം നൽകി. അതായത് എന്താ ഇവിടെ പറയുന്നത്? രണ്ടാമതായിട്ട് എക്കണോമിക്സിനും ഹിസ്റ്ററിക്കും ആന്ത്രോപോളജിക്കും സൈക്കോളജിക്കും ഒക്കെ രൂപം കൊടുത്തു എന്നാണ് പറയുന്നത്. തേർഡ്ലി മൂന്നാമതായിട്ട് പറയാണ് എ ലാർജ് നമ്പർ ഓഫ് സ്കോളേഴ്സ് സച്ച് ആസ് മാക്സ്, വെബർ, ഗ്രാംസി, പാരറ്റോ, പാർസൺ ആൻഡ് മോസ്ക. മൂന്നാമതായിട്ട് പറയാണ് സോഷ്യോളജിയുടെയും പൊളിറ്റിക്കൽ സയൻസിന്റെയും ബന്ധത്തില് ലാർജ് നമ്പർ ഓഫ് സ്കോളേഴ്സ്, സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ബന്ധത്തെ വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ഏതൊക്കെ സോഷ്യോളജിസ്റ്റുകളാണ് ഉണ്ടായത്? മാക്സ്, അതേപോലെ തന്നെ പിന്നെ വെബർ, അതേപോലെ തന്നെ ഗ്രാംസി, പാരറ്റോ, പാർസൺ ആൻഡ് മോസ്ക തുടങ്ങി എഴുത്തുകാരും എന്ത് ചെയ്യപ്പെട്ടു? ഈ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ബന്ധത്തെ വിശകലനം ചെയ്തു. അതായത് അതേപോലെ തന്നെ നമ്മള് ഇനി സെക്കൻഡ് പാരഗ്രാഫാണ് പറയുന്നത്. അതായത് നമ്മള് ഈ ഒരു ടോപ്പിക്കിന്റെ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ബന്ധത്തിന്റെ സെക്കൻഡ് പാരഗ്രാഫിലേക്കാണ് കടക്കുന്നത്. എന്താണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് നോക്കിക്കോളൂ. ഇൻ ദ സെയിം വെയിൻ Harold Laswell treatise politics, who get what, when and how, 1936 was an important work from which both sociologists and political scientists get inspired. അതായത് ഇവിടെ ഹാരോൾഡ് ലാസ്വെല്ലിന്റെ പൊളിറ്റിക്സ് ആർക്ക് എന്ത് ലഭിക്കുന്നു, എപ്പോൾ, എങ്ങനെ എന്ന പ്രബന്ധം സാമൂഹ്യ ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ ശാസ്ത്രജ്ഞനും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോ ഹാരോൾഡ് ലാസ്വെല്ലിന്റെ ട്രീറ്റീസ് പൊളിറ്റിക്സ്, ഹാരോൾഡ് ലാസ്വെല്ലിന്റെ പൊളിറ്റിക്സ് എന്ന തിയറിയില് എന്താ പറയുക, ഹൂ ഗെറ്റ് വാട്ട് എന്നുകൊണ്ട് ഉദ്ദേശിച്ച ആർക്ക് എന്ത് ലഭിക്കുന്നു, വെൻ ആൻഡ് ഹൗ എപ്പോൾ, എങ്ങനെ. ഹൂ ഗെറ്റ് വാട്ട് ആർക്ക് എന്ത് ലഭിക്കുന്നു, വെൻ ആൻഡ് ഹൗ എപ്പോൾ, എങ്ങനെ തുടങ്ങിയ പ്രബന്ധം സാമൂഹ്യ ശാസ്ത്രജ്ഞർക്കും രാഷ്ട്രീയ ശാസ്ത്രജ്ഞർക്കും ഒരുപോലെ ഇൻസ്പയർഡ് ആയി. ഹാരോൾഡ് ലാസ്വെല്ലിന്റെ ട്രീറ്റി ആയിട്ടുള്ള പൊളിറ്റിക്സ് എന്ന സബ്ജക്റ്റ് ഹൂ ഗെറ്റ് വാട്ട് പറഞ്ഞാൽ ആർക്ക് എന്ത് ലഭിക്കുന്നു, വെൻ ആൻഡ് ഹൗ എങ്ങനെ, എപ്പോൾ തുടങ്ങി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പ്രബന്ധം സാമൂഹ്യ ശാസ്ത്രജ്ഞർക്കും സോഷ്യോളജിസ്റ്റുകൾക്കും
പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾക്കും ഇൻസ്പയർഡായി, പ്രചോദനമായി. അതാണ് സെക്കൻഡ് പാരഗ്രാഫിലൂടെ പറയുന്നത്. ഹാരോൾഡ് ലാസ്വെല്ലിന്റെ പൊളിറ്റിക്സ് എന്ന സബ്ജക്ട് വർക്കിലെ ഹൂ ഗെറ്റ് വാട്ട് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൂ ഗെറ്റ് വാട്ട് എന്നുകൊണ്ട് ആർക്ക് എന്ത് ലഭിക്കുന്നു, വെൻ ആൻഡ് ഹൗ എങ്ങനെ, എപ്പോൾ തുടങ്ങിയ വർക്കുകൾ സോഷ്യോളജിസ്റ്റുകൾക്കും പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾക്കും പ്രചോദനമേകി. ഇനി തേർഡ് പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. Sociologist is often defined as scientific study of society. Sociology is often defined as scientific study of society. സാമൂഹ്യ ശാസ്ത്രത്തെ പലപ്പോഴും ശാസ്ത്രീയ പഠനത്തിലൂടെയാണ് സമൂഹത്തിൽ നിർവചിക്കുന്നത്. സോഷ്യോളജിയെ പലപ്പോഴും നിർവചിക്കുന്നത് ഒരു സയന്റിഫിക് പഠനത്തിലൂടെയാണ്. സോഷ്യോളജിയെ സൊസൈറ്റിയിൽ ഡിഫൈൻ ചെയ്യുന്നത് ഏതിലൂടെയാണ് എന്നാ പറയുന്നത്? ഒരു സയന്റിഫിക് സ്റ്റഡിയിലൂടെയാണ്. കൂടാതെ we may also note that society is nothing but a complex network of various group, institution, community, association, people and their everyday life activity. അതുകൊണ്ട് തന്നെ പിന്നെന്താണ് പറയുന്നത്? വിവിധ ഗ്രൂപ്പുകളുടെ സങ്കീർണമായ ശൃംഖലയാണെന്നും we may also note that society is nothing but a complete network of various group. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? വിവിധ ഗ്രൂപ്പുകളുടെ സങ്കീർണമായ ഒരു ശൃംഖലയാണെന്നും മനുഷ്യ ജീവിതത്തെ കുറിച്ചുള്ള ഈ സമൂഹങ്ങൾ, അസോസിയേഷനുകൾ, ആളുകൾ, അതേപോലെ തന്നെ പീപ്പിൾസ്, എവരുടെയോ മനുഷ്യന്റെ ദൈനംദിന ജീവിത പ്രവർത്തനങ്ങൾ എന്നിവ രാഷ്ട്രീയവും സമൂഹവും എല്ലാ സങ്കല്പങ്ങളുടെയും അവിഭാജ്യ രൂപമാണെന്നും നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ we may also note that society is nothing but a complex network. വിവിധ ഗ്രൂപ്പുകളുടെ സങ്കീർണമായ ശൃംഖലയാണെന്നും സമൂഹം എന്ന് പറയുന്നത് വിവിധ ഗ്രൂപ്പുകളുടെ സങ്കീർണമായ ഒരു നെറ്റ്വർക്ക് ആണെന്നും മനുഷ്യ ജീവിതത്തെ കുറിച്ചുള്ള ഈ സമൂഹങ്ങൾ, അസോസിയേഷനുകൾ, ആളുകൾ, ദൈനംദിന ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നിവ രാഷ്ട്രീയവും സമൂഹവും എല്ലാ സങ്കല്പങ്ങളുടെയും അവിഭാജ്യമാണെന്നും നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഇതിൽ പറയുന്നത്. അപ്പൊ എന്താണ് അവിടെ പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് വിവിധ ഗ്രൂപ്പുകളുടെ സങ്കീർണമായ ഒരു ശൃംഖലയാണ്. we may also note that society is nothing but a complex network. സമൂഹം എന്ന് പറയുന്നത് വിവിധ ഗ്രൂപ്പുകളുടെ ഒരു ശൃംഖലയാണ്. മനുഷ്യ ജീവിതത്തെ കുറിച്ചുള്ള ഒരു സമൂഹങ്ങൾ, അതേപോലെ തന്നെ പിന്നെ അസോസിയേഷനുകൾ, ആളുകൾ, അവരുടെ ദൈനംദിന ജീവിത പ്രവർത്തനങ്ങൾ എന്നിവ രാഷ്ട്രീയവും അതേപോലെ തന്നെ സമൂഹവും എല്ലാ സങ്കല്പങ്ങളുടെയും അവിഭാജ്യ രൂപമാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതാണ് തേർഡ് പാരഗ്രാഫിലൂടെ വ്യക്തമാക്കുന്നത്. ഇനി ഫോർത്ത് പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കാം. Both sociology and political science intersect and multitude of points and provide a broader analysis of the social reality. Both sociology and political science. സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും പല ഘട്ടങ്ങളിലും പരസ്പരം കൂടിച്ചേരുകയും ബോത്ത് സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ഇന്റർസെക്റ്റ്. സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും പല ഘട്ടങ്ങളിലും പരസ്പരം കൂടിച്ചേരുകയും സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെ വിശാലമായ വിശകലനം നൽകുകയും ചെയ്യുന്നു. ഇപ്പൊ എന്താണ് പറയുന്നത്? സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും പല ഘട്ടങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം കൂടിച്ചേരുകയും സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെ വിശാലമായ വിശകലനം നൽകുകയും ചെയ്യുന്നു. അതിനാൽ രണ്ടും തമ്മിലുള്ള സമാനതകൾ പണ്ഡിതന്മാർ നന്നായി വിലമതിക്കുന്നു. അപ്പൊ ഇവ രണ്ടും തമ്മിലുള്ള
സമാനതകളെ കുറിച്ച് പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? നന്നായി വിലമതിക്കുന്നു. എന്നിരുന്നാലും രണ്ട് വിഷയങ്ങൾക്കും വ്യത്യാസമുണ്ട്. അവയെ വിമർശനാത്മകമായി വിലയിരുത്തേണ്ടതുണ്ട്. അപ്പോൾ ബോത്ത് സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ഇന്റർസെക്ട് അറ്റ് മൾട്ടിറ്റ്യൂഡ് ഓഫ് പോയിന്റ് പ്രൊവൈഡ് ബ്രോഡർ അനാലിസിസ് ഓഫ് സോഷ്യൽ റിയാലിറ്റി. സമൂഹശാസ്ത്രവും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസും പല ഘട്ടങ്ങളിലും പരസ്പരം കൂടിച്ചേരുകയും സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെ വിശാലമായ വിശകലനം നൽകുകയും ചെയ്യുന്നു. അതിനാൽ രണ്ടും തമ്മിലുള്ള സമാനതകൾ പണ്ഡിതന്മാർ നന്നായി എന്ത് ചെയ്യുന്നു? വിലയിരുത്തുന്നു. ഇത്രയും കാര്യങ്ങളാണ് 4th പാരഗ്രാഫിൽ പറയുന്നത്. അടുത്തത് 5th പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു ജെയിൻ ആൻഡ് ദാഷി 1974, when vocabulary of political science is translated into the vocabulary of sociological analysis, it is then what we call political sociology. അതായത് ജെയിൻ ആൻഡ് ജോഷി 1974 പറയുന്നതനുസരിച്ച് പൊളിറ്റിക്കൽ സയൻസിന്റെ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എന്താണ്? പദാവലി. പൊളിറ്റിക്കൽ സയൻസിന്റെ വൊക്കാബുലറി അഥവാ പദാവലി സമൂഹശാസ്ത്ര വിശകലനത്തിന്റെ വൊക്കാബുലറിയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് വിളിക്കുന്നു എന്നതാണ്. അക്കോർഡിംഗ് ടു ജെയിൻ ആൻഡ് ദോഷി പറയാണ്, ജെയിനും ദോഷിയും അഭിപ്രായപ്പെടുകയാണ് 1974 വൊക്കാബുലറി ഓഫ് പൊളിറ്റിക്കൽ സയൻസിന്റെ വൊക്കാബുലറി പദാവലി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് ഏതുണ്ടാവുന്നത്? പൊളിറ്റിക്കൽ സയൻസിന്റെ വൊക്കാബുലറി സോഷ്യോളജിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് ഏത് രൂപം കൊണ്ടത്? പൊളിറ്റിക്കൽ സോഷ്യോളജി രൂപം കൊണ്ടത്. അക്കോർഡിംഗ് ടു ജെയിൻ ആൻഡ് ദോഷിയുടെ അഭിപ്രായത്തില് വൊക്കാബുലറി ഓഫ് പൊളിറ്റിക്കൽ സയൻസിന്റെ പദാവലി ട്രാൻസ്ലേറ്റഡ് vocabulary of sociological പൊളിറ്റിക്കൽ സയൻസിന്റെ വൊക്കാബുലറി ഏതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? സോഷ്യോളജിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി ഉണ്ടായത് എന്നാണ് ജെയിനും ദോഷിയും അഭിപ്രായപ്പെട്ടത്. അപ്പൊ കുട്ടികള് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസിൽ ഇത്രയും പോയിന്റ്സുകളാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടിട്ടുള്ളൂ. അപ്പൊ ഈ ഹെഡിങ്ങും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ വീഡിയോയിൽ നിന്നും എഴുതിയെടുക്കുക. ഇനി അടുത്ത ടോപ്പിക് എന്തായെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഈ യൂണിറ്റിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി ഓഫ് സബ് ഫീൽഡ് ഓഫ് സോഷ്യോളജി. പൊളിറ്റിക്കൽ സോഷ്യോളജി ഓഫ് സബ് ഫീൽഡ് ഓഫ് സോഷ്യോളജി. അതായത് പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ സബ് ഫീൽഡാണ് സോഷ്യോളജി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. അതിലെന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് നോക്കിക്കോളൂ. എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ സബ് ഫീൽഡാണ് സോഷ്യോളജി എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, അതായത് ശ്രദ്ധിക്കുക, നമുക്കറിയാം പൊളിറ്റിക്കൽ സോഷ്യോളജി ഓഫ്റ്റൻ സീസ് ആസ് എ ന്യൂ ഗ്രോവിംഗ് ആൻഡ് ബർഗോയിങ് സബ് ഫീൽഡ് വിത്തിൻ ദ ഡിസിപ്ലിൻ ഓഫ് സോഷ്യോളജി. അതായത് സോഷ്യോളജിയുടെ വിഭാഗത്തിൽ പുതിയതും വളർന്നു വരുന്നതുമായ ഒരു ഉപമേഖലയായി പൊളിറ്റിക്കൽ സോഷ്യോളജി പലപ്പോഴും കാണപ്പെട്ടു. പൊളിറ്റിക്കൽ സോഷ്യോളജി എങ്ങനെ കാണപ്പെട്ടു എന്നാ പറയുന്നത്? സോഷ്യോളജിയുടെ സമൂഹശാസ്ത്രത്തിന്റെ വിഭാഗത്തിൽ, സോഷ്യോളജിയുടെ വിഭാഗത്തിൽ പുതിയതും ന്യൂ ഗ്രോവിംഗ് വളർന്നു വരുന്നതുമായ ഉപമേഖലയായി രാഷ്ട്രീയ സമൂഹശാസ്ത്രം അഥവാ പൊളിറ്റിക്കൽ സോഷ്യോളജി കാണപ്പെടുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ സോഷ്യോളജി ഏതിന്റെ സബ് ഫീൽഡായിട്ടാണ് കാണപ്പെടുന്നത്? സോഷ്യോളജിയുടെ സബ് ഫീൽഡായിട്ട്, പുതിയതും വളർന്നു വരുന്നതുമായിട്ടുള്ള സോഷ്യോളജിയുടെ സബ് ഫീൽഡായിട്ടാണ് ഏത് കാണപ്പെടുന്നത്? പൊളിറ്റിക്കൽ സോഷ്യോളജി കാണപ്പെടുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കി തരാം. സോഷ്യോളജിയുടെ സബ് ഫീൽഡായിട്ടാണ് പുതിയതും വളർന്നു വരുന്നതുമായിട്ടുള്ള പൊളിറ്റിക്കൽ സോഷ്യോളജി കാണപ്പെടുന്നത്. ആൻഡ് ദെൻ
It is considered as a connecting bridge between sociology and political science. സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി ഇത് കണക്കാക്കുന്നു. അപ്പോ പൊളിറ്റിക്കൽ സോഷ്യോളജി ആ സബ് ഫീൽഡ് ഓഫ് സോഷ്യോളജിയെ എങ്ങനെ കണക്കാക്കുന്നത്? ഇറ്റ് കൺസിഡേർഡ് ആസ് എ കണക്ടിങ് ബ്രിഡ്ജ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസിനെയും കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? പാലം. ഒരു പാലമായിട്ടാണ് ഏതിനെ കണക്കാക്കുന്നത്? പൊളിറ്റിക്കൽ സോഷ്യോളജി ആ സബ് ഫീൽഡ് ഓഫ് സോഷ്യോളജിയെ കണക്കാക്കുന്നത്. ആൻഡ് ദെൻ സോഷ്യോളജിസ്റ്റ് സീ ടു വേ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു. അതേപോലെ തന്നെ പിന്നെന്താണ് പറയുന്നത്? സോഷ്യോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സമൂഹ ശാസ്ത്രജ്ഞർ രണ്ടും തമ്മിലുള്ള ദ്വിമുഖ ബന്ധങ്ങളെ കാണുന്നു. സോഷ്യോളജിസ്റ്റ് ഇവ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ് കാണുന്നത്? സോഷ്യോളജിസ്റ്റ് സീ ടു വേ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു. ഇവ തമ്മിലുള്ള ബന്ധങ്ങളെ, രണ്ടു ബന്ധങ്ങളെയും ഒന്നിച്ചു കാണുന്നു. ആരെ? സോഷ്യോളജിസ്റ്റ്. അത് പറയുന്നത് ആരാണ്? റാത്തോൾ 1986. ഇപ്പൊ സോഷ്യോളജിനെയും പൊളിറ്റിക്കൽ സയൻസിനെയും രണ്ട് ബന്ധങ്ങളായിട്ടാണ് ആര് കണക്കാക്കുന്നത്? സോഷ്യോളജിസ്റ്റുകൾ കണക്കാക്കുന്നത്. രണ്ടും തമ്മിലുള്ള ദ്വിമുഖ ബന്ധങ്ങളായിട്ടാണ് കാണുന്നത്. ആൻഡ് ദെൻ ബോത്ത് ഹാവ് എ ഗീവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ്. ഇവ രണ്ടും കൊടുക്കൽ വാങ്ങൽ ബന്ധമുണ്ട്. സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും. ബോത്ത് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? പൊളിറ്റിക്കൽ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും ചേരുന്നതാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി. അതുകൊണ്ട് ബോത്ത് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും. ഹാവ് ഗീവ്. ഗീവ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക, ടേക്ക് വാങ്ങുക. അപ്പോ ഇവിടെ എന്താണ്? കൊടുക്കൽ വാങ്ങൽ ബന്ധമുണ്ട്. ആരൊക്കെ? സോഷ്യോളജിയും പൊളിറ്റിക്സും തമ്മിൽ കൊടുക്കൽ വാങ്ങൽ ബന്ധമുണ്ട്. Various other scholars see political sociology as a marriage between sociology and political science, which studies and bring critically important and newer areas as mentioned earlier, which touches both sociology and political science, but could not be adequately studied by either one. അതായത് പിന്നെന്താണ് ഇവിടെ വ്യക്തമാക്കുന്നത്? അപ്പൊ രണ്ടും തമ്മിൽ കൊടുക്കൽ വാങ്ങൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറയാണ് പണ്ഡിതന്മാരും സ്കോളേഴ്സ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും പൊളിറ്റിക്കൽ സോഷ്യോളജിയെ, പൊളിറ്റിക്കൽ സമൂഹശാസ്ത്രത്തെ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ഒരു വിവാഹമായി കാണുന്നു. വേരിയസ് അതർ സ്കോളേഴ്സ്, ഒരുപാട് സ്കോളേഴ്സ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാര് പൊളിറ്റിക്കൽ സോഷ്യോളജിയെ എങ്ങനെ കാണുന്നത്? മാരേജ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. സോഷ്യോളജിയുടെയും പൊളിറ്റിക്കൽ സയൻസിന്റെയും വിവാഹമായിട്ടാണ് ഏതിനെ കാണുന്നത്? പൊളിറ്റിക്കൽ സോഷ്യോളജിയെ കാണുന്നത്. നിരവധി സ്കോളേഴ്സ് സോഷ്യോളജിയെയും പൊളിറ്റിക്കൽ സയൻസിന്റെയും മാരേജ് ആയിട്ടാണ് ഏതിനെ കൺസിഡർ ചെയ്യുന്നത്? പൊളിറ്റിക്കൽ സോഷ്യോളജിയെ പരിഗണിക്കുന്നത്. അപ്പം നിരവധി സ്കോളേഴ്സ് സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസിന്റെയും മാരേജ് ആയിട്ടാണ് ഏതിനെ പരിഗണിക്കുന്നത്? പൊളിറ്റിക്കൽ സോഷ്യോളജിയെ പരിഗണിക്കുന്നത്. Which studies and brings critically important and newer areas as mentioned earlier, which touches both sociology and political science, but could not be adequately studied by either one. അതേപോലെ തന്നെ ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർണായകമായി ക്രിറ്റിക്കലി ഇമ്പോർട്ടന്റ്, നിർണായകമായി പ്രധാനപ്പെട്ടതും പുതിയതുമായ മേഖലകളെ പഠിക്കുകയും കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത് സോഷ്യോളജിയെയും പൊളിറ്റിക്കൽ സയൻസിനെയും പരസ്പരം സ്പർശിക്കുന്നു. പക്ഷേ ഇതുവരെ ഇവ രണ്ടും ഒന്നിച്ച് ആർക്കും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. Which studies and bring critically important and newer areas as mentioned earlier, which touches both sociology and political science,
but could not be adequately studied by either one. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർണായകമായി പ്രധാനപ്പെട്ടതും പുതിയതുമായ മേഖലകളെ പഠിക്കുകയും കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത് സോഷ്യോളജിയുടെയും പൊളിറ്റിക്കൽ സയൻസിനെയും സ്പർശിക്കുകയും പക്ഷേ വേണ്ടത്ര രണ്ടും ആർക്കും പഠിക്കാനും സാധിച്ചിട്ടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി ആ സബ് ഫീൽഡ് ഓഫ് സോഷ്യോളജിയിൽ പറയുന്നത്. ഇനി നമുക്ക് വെറും പൊളിറ്റിക്കൽ സോഷ്യോളജി എന്താ നോക്കാം. എന്താണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് മാത്രം എന്താ നോക്കാം. പൊളിറ്റിക്കൽ സോഷ്യോളജി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചോളൂ. അതായത് political sociology as a subfield developed in an attempt to overcome lacuna of behavioralism which emerged in 1915 in political science by correcting its overemphasis on psychological explanation of human behavior. അതായത് 1990കളിൽ പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ ഉയർന്നു വന്ന പെരുമാറ്റവാദത്തിന്റെ വിടവ് മറികടക്കാനുള്ള ശ്രമത്തിൽ മനുഷ്യന്റെ പെരുമാറ്റത്തിന്റെ മനഃശാസ്ത്രപരമായ വിശദീകരണത്തിനുള്ള അമിത പ്രാധാന്യം തിരുത്തിക്കൊണ്ട് പൊളിറ്റിക്കൽ സോഷ്യോളജി ഒരു ഉപമേഖലയായി വികസിക്കുന്നു. ഒന്നുകൂടി പറയാം. 1960കളിലെ 1915കളിൽ പൊളിറ്റിക്കൽ സോഷ്യോളജി ഉയർന്നു വന്ന പെരുമാറ്റത്തിന്റെ ബിഹേവിയറലിസത്തിന്റെ ആ ഗ്യാപ്പ് മറികടക്കാനുള്ള ശ്രമത്തിൽ ഹ്യൂമൻ ബിഹേവിയറിന്റെ മനഃശാസ്ത്രപരമായ വിശദീകരണത്തിനുള്ള അമിത പ്രാധാന്യം തിരുത്തിക്കൊണ്ട് പൊളിറ്റിക്കൽ സോഷ്യോളജി ഒരു ഉപമേഖലയായി വികസിക്കുന്നു. പൊളിറ്റിക്കൽ സോഷ്യോളജി എസെൻഷ്യലി ലുക്ക് ഇൻടു സോഷ്യൽ ഡിറ്റർമിനന്റ്, സോഷ്യൽ കണ്ടക്ട് ആൻഡ് മോർ ഇമ്പോർട്ടന്റ്ലി ആൻ ഓർഗാനിക് interconnection between politics and society, unpack social aspect of politics and its process. രാഷ്ട്രീയ സമൂഹശാസ്ത്രം അഥവാ പൊളിറ്റിക്കൽ സോഷ്യോളജി അടിസ്ഥാനപരമായി സാമൂഹിക നിർണായക ഘടകങ്ങൾ, സാമൂഹിക സന്ദർഭം, കൂടുതൽ പ്രധാനമായി രാഷ്ട്രീയവും അതിന്റെ പ്രക്രിയകളുടെയും സാമൂഹിക വശങ്ങൾ അനാവരണം ചെയ്യുന്നതിന് രാഷ്ട്രീയവും സമൂഹവും തമ്മിലുള്ള ജൈവിക പരസ്പര ബന്ധം പരിശോധിക്കുന്നു. പൊളിറ്റിക്കൽ സോഷ്യോളജി എസെൻഷ്യലി ലുക്ക് ഇൻടു സോഷ്യൽ ഡിറ്റർമിനന്റ്, സോഷ്യൽ കണ്ടക്ട് ആൻഡ് മോർ ഇമ്പോർട്ടന്റ്ലി ഓർഗാനിക് ഇന്റർകണക്ഷൻ. ഓർഗാനിക് ഇന്റർകണക്ഷൻ എന്ന് പറഞ്ഞാൽ ജനിതക ബന്ധം. ഏതൊക്കെ തമ്മിൽ? സോഷ്യോളജിയും പൊളിറ്റിക്സും തമ്മിലുള്ള ഓർഗാനിക് ഇന്റർകണക്ഷൻ പരിശോധിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അതായത് ഒന്നുകൂടി വ്യക്തമാക്കി തരാം. എന്താ നമ്മളവിടെ പറയുന്നത്? പൊളിറ്റിക്കൽ സോഷ്യോളജി അടിസ്ഥാനപരമായി സാമൂഹിക നിർണായക ഘടകങ്ങൾ, സാമൂഹിക സന്ദർഭം, കൂടുതൽ പ്രധാനമായി രാഷ്ട്രത്തിന്റെയും അതിന്റെ പ്രോസസ്സുകളുടെയും സാമൂഹിക വശങ്ങൾ അനാവരണം ചെയ്യുന്നതിന് പൊളിറ്റിക്കലായും സാമൂഹികമായും തമ്മിലുള്ള ജൈവ പരസ്പര ബന്ധം എന്നിവ പരിശോധിക്കുന്നു. ഓർഗാനിക് ഇന്റർകണക്ഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി. പൊളിറ്റിക്കൽ സോഷ്യോളജി എന്താണ് പരിശോധിക്കുന്നത്? ഓർഗാനിക് ഇന്റർകണക്ഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി. രാഷ്ട്രീയവും സമൂഹവും തമ്മിലുള്ള എങ്ങനത്തെ ബന്ധം എന്നാണ് പറയുന്നത്? അതായത് എങ്ങനത്തെ ബന്ധം? ജൈവിക പരസ്പര ബന്ധം പരിശോധിക്കുന്നു. And then it is actually in the sense that structures of society and social organ of politics become primarily unit of analysis in the discipline of political sociology. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ
ഈ അർത്ഥത്തിലാണ് സമൂഹത്തിന്റെ ഘടനകളും രാഷ്ട്രത്തിന്റെ സാമൂഹിക ഓർഗാനുകളും രാഷ്ട്രീയ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വിഭാഗത്തിൽ വിശകലനത്തിന്റെ പ്രാഥമിക യൂണിറ്റുകളായി മാറിയത്. ഇറ്റ് ഈസ് ആക്ച്വലി ഇൻ ദ സെൻസ് ദാറ്റ് structures of society and social organ of politics become primarily units. പ്രാഥമിക യൂണിറ്റ്, ഈ പ്രാഥമിക യൂണിറ്റ് പ്രൈമർലി യൂണിറ്റ് ആയി മാറിയത് എങ്ങനെയാണ്? ഓഫ് അനാലിസിസ് ഇൻ ദ ഡിസിപ്ലിൻ ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി. അതായത് യഥാർത്ഥത്തിൽ ഈ അർത്ഥത്തിലാണ് സമൂഹത്തിന്റെ ഘടനകളും സോഷ്യൽ സ്ട്രക്ചറുകളും പൊളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി രാഷ്ട്രീയവും സാമൂഹിക ഓർഗാനുകളും രാഷ്ട്രീയ സമൂഹ ശാസ്ത്രത്തിന്റെ വിഭാഗത്തിന്റെ വിശകലനത്തിന്റെ പ്രാഥമിക യൂണിറ്റുകളായി മാറിയത്. ഒന്നുകൂടി പറയാം. ആക്ച്വലി യഥാർത്ഥത്തിൽ ഈ അർത്ഥത്തിലാണ് സമൂഹത്തിന്റെ ഘടനകളും സോഷ്യൽ സ്ട്രക്ചേഴ്സും അതേപോലെ തന്നെ പൊളിറ്റിക്സിന്റെ സാമൂഹിക അവയവങ്ങളും രാഷ്ട്രീയത്തിന്റെ സാമൂഹിക അവയവങ്ങളും രാഷ്ട്രീയ സാമൂഹിക ശാസ്ത്രത്തിന്റെ പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ വിഭാഗത്തിൽ വിശകലനത്തിന്റെ പ്രാഥമിക യൂണിറ്റുകളായി മാറിയത്. പ്രൈമറി യൂണിറ്റ് ആയിട്ട് വിശകലനത്തിലെ പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ വിശകലനത്തിൽ പ്രൈമറി യൂണിറ്റ് ആയിട്ട് മാറിയത്. ഇത്രയും കാര്യങ്ങള് ക്ലാസ് നന്നായി കേട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായും 2 ടോപ്പിക്കുകളെ എടുക്കാനുള്ളൂ. അതായത് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനും പൊളിറ്റിക്കൽ ക്യാപിറ്റലും കൂടി എടുക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. നോക്കിക്കോളൂ. എല്ലാ കാര്യങ്ങളും ഷോർട്ടായിട്ടാണ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. ഓക്കെ. അപ്പോ 7ാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സോഷ്യോളജി ആൻഡ് സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സ്. സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സും പൊളിറ്റിക്കൽ സോഷ്യോളജിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഏകദേശം ടീച്ചർ 1, 2, 3, 4, 5 പോയിന്റുകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ 5 പോയിന്റുകൾ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സോഷ്യോളജി ആൻഡ് സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സ് നമ്മൾക്കറിയാം. അതായത് ലൈക്ക് പൊളിറ്റിക്കൽ സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സ് ഈസ് സബ് ഫീൽഡ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ 2 സബ് ഫീൽഡുകളാണ് പൊളിറ്റിക്കൽ സോഷ്യോളജിയും സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സും. സോഷ്യോളജി എന്ന സബ്ജക്റ്റിന്റെ 2 സബ് ഫീൽഡുകളാണ്, സബുകളാണ് ഏതൊക്കെ? പൊളിറ്റിക്കൽ സോഷ്യോളജിയും സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സും. പൊളിറ്റിക്കൽ സോഷ്യോളജി ഫോക്കസ് ടു എക്സ്പ്ലെയിൻ and understand political phenomena and process by relating it to social determinants. അതേപോലെ തന്നെ പിന്നെ എന്താണ് അവിടെ പറയുന്നത്? പൊളിറ്റിക്കൽ സോഷ്യോളജി ഫോക്കസ് ടു എക്സ്പ്ലെയിൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് പൊളിറ്റിക്കൽ ഫിനോമിന ആൻഡ് പ്രോസസ് ബൈ റിലേറ്റിംഗ് ഇറ്റ് ടു സോഷ്യൽ ഡിറ്റർമിനൻസ്. അതായത് ഇവിടെ എന്താണ് പറയുന്നത്? രാഷ്ട്രീയത്തിന്റെ പൊളിറ്റിക്സിന്റെ സമൂഹശാസ്ത്രം പൊളിറ്റിക്കൽ സോഷ്യോളജി പൊളിറ്റിക്കൽ പ്രക്രിയകളുടെയും സ്ഥാപന സംവിധാനങ്ങളുടെയും സമൂഹശാസ്ത്രപരമായ വിലയിരുത്തലുകളിലേക്ക് വെളിച്ചം വീശുന്നു. പൊളിറ്റിക്കൽ സോഷ്യോളജി ഫോക്കസ് എക്സ്പ്ലെയിൻ അണ്ടർസ്റ്റാൻഡ് പൊളിറ്റിക്കൽ ഫിനോമിന ആൻഡ് പ്രോസസ് രാഷ്ട്രീയ പ്രതിഭാസങ്ങളിലേക്കും പ്രക്രിയകളിലേക്കും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്? പൊളിറ്റിക്കൽ സോഷ്യോളജി ഫോക്കസ് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ സോഷ്യോളജി ഫോക്കസ് ടു എക്സ്പ്ലെയിൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് പൊളിറ്റിക്കൽ ഫിനോമിന. പൊളിറ്റിക്കൽ സോഷ്യോളജി സോഷ്യോളജിയുടെ 2 പ്രധാന സബ് ഫീൽഡുകളാണ് പൊളിറ്റിക്കൽ സോഷ്യോളജിയും സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സും. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സോഷ്യോളജി എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രാഷ്ട്രീയ പ്രതിഭാസങ്ങളിലേക്കും പ്രക്രിയകളിലേക്കുമാണ്. അടുത്തതായിട്ട് എന്താ പറയുന്നത് നോക്കാം. പൊളിറ്റിക്കൽ സോഷ്യോളജി ആക്ച്വലി
underline the link between politics and society, between social structure and political structure, and also between political behavior and social behavior. Political sociology actually underline the link between. Political sociology actually ഏതുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്? പൊളിറ്റിക്സ് ആയിട്ടും സൊസൈറ്റി ആയിട്ടും രാഷ്ട്രീയമായിട്ടും സൊസൈറ്റി ആയിട്ടുമാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ത് ചെയ്യുന്നത്? ലിങ്ക് ചെയ്യപ്പെടുന്നത്. ബിറ്റ്വീൻ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആൻഡ് ആൾസോ ബിറ്റ്വീൻ പൊളിറ്റിക്കൽ ബിഹേവിയർ ആൻഡ് സോഷ്യൽ ബിഹേവിയർ. പൊളിറ്റിക്കൽ സോഷ്യോളജി ഏതൊക്കെ കാര്യങ്ങളുമായിട്ടാണ് ലിങ്ക് ചെയ്യപ്പെടുന്നത്? പൊളിറ്റിക്സ് ആയിട്ടും സൊസൈറ്റി ആയിട്ടും സോഷ്യൽ സ്ട്രക്ചർ ആയിട്ടും പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആയിട്ടും പൊളിറ്റിക്കൽ ബിഹേവിയർ ആയിട്ടും സോഷ്യൽ ബിഹേവിയർ ആയിട്ടൊക്കെ പൊളിറ്റിക്കൽ സോഷ്യോളജി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ പൊളിറ്റിക്കൽ സോഷ്യോളജി ഏതെല്ലാം കാര്യങ്ങളുമായിട്ടാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്? പൊളിറ്റിക്കൽ സോഷ്യോളജി ആക്ച്വലി അണ്ടർ ദ ലിങ്ക് ബിറ്റ്വീൻ പൊളിറ്റിക്സ്, സൊസൈറ്റി, സോഷ്യൽ സ്ട്രക്ചർ, പൊളിറ്റിക്കൽ സ്ട്രക്ചർ, പൊളിറ്റിക്കൽ ബിഹേവിയർ, സോഷ്യൽ ബിഹേവിയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പൊളിറ്റിക്കൽ സോഷ്യോളജി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പൊളിറ്റിക്കൽ ഫിനോമിനൻ വൈൽ എക്സ്പ്ലെയിനിങ് വൈ പീപ്പിൾ ആക്ട് ദ വേ ദേ ഡു. അതേപോലെ തന്നെ പിന്നെന്താ ഇവിടെ പറയുന്നത്? പൊളിറ്റിക്കൽ ഫിനോമിനൻ. എന്താ പൊളിറ്റിക്കൽ ഫിനോമിനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പൊളിറ്റിക്കൽ ഫിനോമിനൻ പൊളിറ്റിക്കൽ ഫിനോമിനൻ while explaining why people act the way they do. അതായത് ഇവിടെ പൊളിറ്റിക്കൽ ഫിനോമിനൻ എന്ന് പറയുന്നത് എന്താ? സാമൂഹിക പ്രതിഭാസങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, വിശദീകരിക്കുന്നത്. സാമൂഹിക പെരുമാറ്റങ്ങൾ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? പീപ്പിൾ ആക്ട് ദ വേ ദേ ഡു. ഓരോ മനുഷ്യന്റെയും പെരുമാറ്റത്തിനനുസരിച്ചാണ്. പീപ്പിൾ ആക്ട്, ആളുകൾ അവർ ചെയ്യുന്ന രീതിക്കനുസരിച്ചിട്ടാണ്. അപ്പൊ സാമൂഹിക പ്രതിഭാസങ്ങൾ, സോഷ്യൽ ഫിനോമിനൻ, ഇവിടെ എന്താ പറയുന്നത്? സോഷ്യൽ ഫിനോമിനൻ വൈൽ എക്സ്പ്ലെയിനിങ്. രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ ഇവിടെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്? എങ്ങനെയാണ് രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അതായത് വൈ പീപ്പിൾ ആക്ട് ദ വേ ദേ ഡു. അതായത് ആളുകൾ അവർ ചെയ്യുന്ന രീതിയുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് എന്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്? രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് അവിടെ വ്യക്തമാക്കുന്നത്? ആദ്യം ഞാൻ പറഞ്ഞു പൊളിറ്റിക്കൽ സോഷ്യോളജി ഏതൊക്കെ കാര്യങ്ങളുമായി റിലേറ്റഡ് ആണ്? പൊളിറ്റിക്സ് ആയിട്ടും സൊസൈറ്റി ആയിട്ടും സോഷ്യൽ സ്ട്രക്ചർ ആയിട്ടും പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആയിട്ടും പൊളിറ്റിക്കൽ ബിഹേവിയർ ആയിട്ടും സോഷ്യൽ ബിഹേവിയർ ആയിട്ടൊക്കെ പൊളിറ്റിക്കൽ സോഷ്യോളജി എങ്ങനെയാണെന്നാ പറയുന്നത്? പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതേപോലെ തന്നെ പിന്നെന്താണ് പറയുന്നത്? അതായത് പൊളിറ്റിക്കൽ ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ എന്താ? രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാ പറയുന്നത്? രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വൈ പീപ്പിൾ ആക്ട് ദ വേ ദേ ഡു. മനുഷ്യന്റെ ആക്ട് എങ്ങനെയാണ് എന്നതിനനുസരിച്ചാണ്. Political sociology, unlike sociology of politics, is a cross-disciplinary breakthrough while gave contextualized treatment to any issue under consideration. അതേപോലെ തന്നെ പിന്നീട് ഇവിടെ എന്താണ് പറയുന്നത്? പൊളിറ്റിക്കൽ സോഷ്യോളജി അൺലൈക്ക് സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സ് ഈസ് എ ക്രോസ് ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പൊളിറ്റിക്കൽ സോഷ്യോളജി അൺലൈക്ക് സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സ് ഈസ് എ ക്രോസ് ഡിസിപ്ലിനറി ബ്രേക്ക് ത്രൂ വിച്ച് ഗേവ് കണ്ടക്സ്റ്റലൈസ്ഡ് ട്രീറ്റ്മെന്റ് ടു ഇഷ്യൂ അണ്ടർ കൺസിഡറേഷൻ. പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? വിലയിരുത്തുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്.
അതിന് പരിഗണന നൽകുന്നുണ്ട്. പൊളിറ്റിക്കൽ സോഷ്യോളജി അൺലൈക്ക് സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സ് ഈസ് എ ക്രോസ് ഡിസിപ്ലിനറി ബ്രേക്ക് ത്രൂ വിച്ച് ഗേവ് contextualized treatment to any issue under consideration. അതായത് പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും, അതായത് ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ പറയുന്നത് എന്നത് ആളുകൾ നമുക്കറിയാം പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ നിന്നും വ്യത്യസ്തമായി പൊളിറ്റിക്കൽ സോഷ്യോളജി ക്രമേണ ഒരു ക്രോസ് ഡിസിപ്ലിനറി മുന്നേറ്റമാണ്. അത് പരിഗണനയിലുള്ള ഏതൊരു പ്രശ്നത്തിനും സന്ദർഭോചിതമായി ട്രീറ്റ്മെന്റ് നൽകുന്നു. അതായത് പൊളിറ്റിക്കൽ സോഷ്യോളജി അൺലൈക്ക് സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സ് ഈസ് എ ക്രോസ് ഡിസിപ്ലിനറി. പൊളിറ്റിക്കൽ സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങൾക്കും എന്ത് നൽകുന്നുണ്ട്? ട്രീറ്റ്മെന്റ്. അതിന് അത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യും? ട്രീറ്റ്മെന്റ് നൽകും. ആ ഇഷ്യൂസിനെ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ആര്? പൊളിറ്റിക്കൽ സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രോബ്ലങ്ങൾക്കും ട്രീറ്റ്മെന്റും നൽകുന്നുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഗണനയും നൽകുന്നുണ്ട്. ആര്? പൊളിറ്റിക്കൽ സോഷ്യോളജി. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സിൽ ഉണ്ടാകുന്ന ഏത് തരം ഇഷ്യൂസുകൾക്കും പ്രശ്നങ്ങൾക്കും ട്രീറ്റ്മെന്റും നൽകുന്നുണ്ട്. ആ പ്രശ്നങ്ങളെ പരിഗണിക്കുന്നുണ്ട്. ആര്? പൊളിറ്റിക്കൽ സോഷ്യോളജി. ഇതാണ് ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സോഷ്യോളജി ആൻഡ് സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സിൽ പറയാറുള്ളത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് പൊളിറ്റിക്കൽ കൾച്ചർ. എന്താണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സംസ്കാരം. ശ്രദ്ധിച്ചോളൂ. The use of the term political culture years of back the pioneering work of John Gottfried Herder, Alexis de Tocqueville and Montesquieu. The recent and modern use of terms appears to begin in political science with Almond's seminal article Comparative Political System published in 1956. In the words of Almond, the term political culture refers to the system of orientation to any political action. അതായത് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന പദത്തിന്റെ ഉപയോഗം ജോഹൻ ഗോട്ട്ഫ്രെഡ് ഹെർഡർ, അലക്സിസ് ഡി ടോക്വെയിൽ ആൻഡ് മൊണ്ടസ്ക്യൂ എന്നിവരുടെ കൃതികളിലേക്ക് പോകുന്നു. പൊളിറ്റിക്കൽ കൾച്ചർ എന്ന പദത്തിന്റെ ഉപയോഗം ആരുടെയൊക്കെ കണ്ടെത്തലുകളിലേക്കാ പോകുന്നത്? ജോൺ ഗോട്ട്ഫ്രീഡ് ഹെർഡറെ, അലക്സിസ് ഡി ടോക്വെയിലെ, മൊണ്ടസ്ക്യൂ എന്നിവരുടെ കണ്ടെത്തലിലേക്ക് ഏത് പോകുന്നു? പൊളിറ്റിക്കൽ കൾച്ചർ പോകുന്നു. ഇപ്പൊ പൊളിറ്റിക്കൽ കൾച്ചർ ആരുടെയൊക്കെ കണ്ടെത്തലുകളിലേക്കാണ് പോകുന്നത്? ജോൺ ഗോട്ട്ഫ്രീഡ് ഹെർഡർ, അലക്സിസ് ഡി ടോക്വെയിൽ, മൊണ്ടസ്ക്യൂ തുടങ്ങിയവരുടെയൊക്കെ കണ്ടെത്തലുകളിലേക്ക് പോകുന്നു. ആൻഡ് ദെൻ the recent and modern use of term appears to begin in political science with Almond's seminal article Comparative Political System published in 1956. 1956 പ്രസിദ്ധീകരിച്ച ആൽമണ്ടിന്റെ താരതമ്യ രാഷ്ട്രീയ സംവിധാനം, കമ്പാരറ്റീവ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൽമണ്ടിന്റെ താരതമ്യ രാഷ്ട്രീയ സംവിധാനം 1956 ആൽമോണ്ട് പ്രസിദ്ധീകരിച്ച താരതമ്യ രാഷ്ട്രീയ സംവിധാനം എന്ന ലേഖനത്തോടെയാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ പദങ്ങളുടെ സമീപകാലവും ആധുനികമായ ഉപയോഗം ആരംഭിക്കുന്നത്. അപ്പൊ പൊളിറ്റിക്കൽ സയൻസിന്റെ
ഉപയോഗം ആരംഭിക്കുന്നത്. ആധുനികമായ ഉപയോഗം ദ റീസെന്റ് ആൻഡ് മോഡേൺ യൂസ് ഓഫ് ടേംസ് ഓഫ് അപ്പിയേഴ്സ് ബിഗൈൻ പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിന്റെ ആധുനികമായ ഉപയോഗം ആരംഭിക്കുന്നത് ആരുടെ കൃതിയിലൂടെയാണ്? 1956 ആൽമോണ്ട് സെമിനൽ അദ്ദേഹം എഴുതിയ കമ്പാരറ്റീവ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന തിയറിയിലൂടെയാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ ആധുനികപരമായ ഉപയോഗത്തിന് ആരംഭം കുറിച്ചത്. ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസിന്റെ ആധുനികമായിട്ടുള്ള ഉപയോഗത്തിന് ആരംഭം കുറിച്ചത് 1956 ആൽമോണ്ട് സെമിനൽ രൂപം കൊടുത്ത കമ്പാരറ്റീവ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിലൂടെയാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ ആധുനികമായ ഉപയോഗത്തിന് തുടക്കം കുറിച്ചത്, മോഡേൺ യൂസിന് തുടക്കം കുറിച്ചത്. ഇൻ ദ വേർഡ്സ് ഓഫ് അതേപോലെ തന്നെ പിന്നെ പറയണേ, in the words of Almond, the term political culture refers to the system of orientation to any political action. അതേപോലെ തന്നെ ആൽമോണ്ടിന്റെ വാക്കുകളിൽ in the words of Almond എന്ന് പറഞ്ഞാൽ എന്താ? ആൽമോണ്ടിന്റെ വാക്കുകളിൽ പൊളിറ്റിക്കൽ കൾച്ചർ രാഷ്ട്രീയ സംസ്കാരം എന്ന പദം ഏതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തെയും ഓറിയന്റേഷൻ ചെയ്യുന്ന സംവിധാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആൽമോണ്ടിന്റെ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന പദം ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? റെഫേഴ്സ് ടു ദ സിസ്റ്റം ഓഫ് ഓറിയന്റേഷൻ ഓഫ് ടു എനി പൊളിറ്റിക്കൽ ആക്ഷൻ. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രീയ അതായത് ഏതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും ഓറിയന്റേഷൻ സംവിധാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആൽമോണ്ടിന്റെ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന പദം സൂചിപ്പിക്കുന്നത് ഏതൊരു പൊളിറ്റിക്കൽ ആക്ഷന്റെയും ഓറിയന്റേഷനെയാണ്. ആൽമോണ്ടിന്റെ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന പദം സൂചിപ്പിക്കുന്നത് ഏതൊരു പൊളിറ്റിക്കൽ പ്രവർത്തനത്തിന്റെയും ഓറിയന്റേഷനെയാണ്. അപ്പൊ ഇതാണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന ഇതിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് മറ്റൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. എന്താണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കുക. അതായത് ശ്രദ്ധിച്ചോളൂ. The term political socialization is also frequently used term in political sociology. പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ നിന്നാണ് ഏത് പദം നമ്മൾ ഫ്രീക്വന്റ്ലി ആയിട്ട് ഉപയോഗിക്കുന്നത്? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങിയത്. പൊളിറ്റിക്കൽ സോഷ്യോളജിയിലൂടെയാണ് ഏത് പദം ഉപയോഗിക്കാൻ തുടങ്ങിയത് ഫ്രീക്വന്റ്ലി ആയിട്ട്? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. The term political socialization is also frequently used the term പൊളിറ്റിക്കൽ സോഷ്യോളജി. ഇപ്പൊ പൊളിറ്റിക്കൽ സോഷ്യോളജിയിലൂടെയാണ് നമ്മൾ ഏത് പദം ഉപയോഗിക്കാൻ തുടങ്ങി എന്നാ പറയുന്നത്? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങി. The term political socialization is related to learning of political role or behavior. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന പദം എന്തൊക്കെ കാര്യങ്ങളുമായി റിലേറ്റഡ് ആണ്? പൊളിറ്റിക്കൽ റോളുമായും ബിഹേവിയർ ആയിട്ടും. The term political socialization is related to learning of political role or behavior. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന പദം പൊളിറ്റിക്കൽ റോളുമായും ബിഹേവിയർ ആയിട്ടും റിലേറ്റഡ് ആണ്. People are educated and thus made part and parcel of the larger political culture which continues over generation. People are educated and thus made part and parcel of larger political culture which continues over generation. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ പറയുന്നത്? people are educated എന്ന് പറഞ്ഞാല് വിദ്യാഭ്യാസം നേടിയവരും അങ്ങനെ വലിയ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാകുന്നതുമായ ഒരു സാമൂഹികമായ കാര്യങ്ങൾ പഠിക്കുന്നു. People are educated, they made part and parcel to large political culture. വിദ്യാഭ്യാസം നേടുന്നതിലൂടെ എന്ത് പഠിക്കാൻ സഹായിക്കുന്നു? പൊളിറ്റിക്കൽ സംസ്കാരവും പഠിക്കുന്നതിന് കാരണമാകുന്നു. People are educated and thus made part and parcel of the larger political culture.
പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഈസ് ദ ബേസിക്കലി സോഷ്യൽ പ്രോസസ്. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാമൂഹിക പ്രക്രിയയാണ്. അബൌട്ട് ഹൗ പീപ്പിൾ ഫോം ദിയർ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്, ലേൺ ദിയർ പൊളിറ്റിക്കൽ റോൾ ആൻഡ് ദിയർ പൊളിറ്റിക്കൽ കൾച്ചർ. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സാമൂഹിക പ്രക്രിയകളാണ്. അബൌട്ട് പീപ്പിൾ ഫോം ദിയർ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്, ലേൺ ദിയർ പൊളിറ്റിക്കൽ റോള്, പൊളിറ്റിക്കൽ കൾച്ചർ. അപ്പൊ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാമൂഹിക പ്രക്രിയയാണ്. അതിൽ ഹൗ പീപ്പിൾ, എങ്ങനെയാണ് ഓരോ പീപ്പിൾസും രാഷ്ട്രീയപരമായ ആറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നത്, അതേപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള പങ്ക് വ്യക്തമാക്കുന്നത്, പൊളിറ്റിക്കൽ സംസ്കാരം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഏത് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഈസ് ദസ് ബേസിക്കലി സോഷ്യൽ പ്രോസസ് അബൌട്ട് ഹൗ പീപ്പിൾ, എങ്ങനെയാണ് ജനങ്ങൾ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നത്, പൊളിറ്റിക്കലിന്റെ റോള് പങ്ക് പ്രകടിപ്പിക്കുന്നത്, പൊളിറ്റിക്കൽ കൾച്ചർ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏതിൽ ഉൾക്കൊള്ളുന്നുണ്ട്, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എടുക്കാനുള്ള ടോപ്പിക് ഒരു ഒറ്റ ടോപ്പിക്കേ ഉള്ളൂ, പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്നുള്ളൊരു ടോപ്പിക്കാണ്. അതും കൂടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിലെ സെക്കൻഡ് ബ്ലോക്കിലെ 7ാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആകും. ഓക്കെ, പൊളിറ്റിക്കൽ ക്യാപിറ്റൽ 7ാമത്തെ യൂണിറ്റില് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ, രാഷ്ട്രീയ മൂലധനം. എന്താണ് രാഷ്ട്രീയ മൂലധനം എന്ന് നമുക്ക് നോക്കാം. Political capital is the type of resources which agents accumulate, struggle for, and exercise in the field of politics to influence decision and action of others. അതായത് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ മൂലധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ മേഖലയിൽ തീരുമാനങ്ങളുടെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കാൻ ഏജന്റുമാർ ശേഖരിക്കുകയും പോരാടുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന വിഭവങ്ങളുടെ തരമാണ്. പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഈസ് ദ റിസോഴ്സ്. പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഈസ് ദ ടൈപ്പ് ഓഫ് റിസോഴ്സ്. ടൈപ്പ് ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞാല് വിഭവം. വിച്ച് ഏജന്റ് അക്യുമുലേറ്റ്, സ്ട്രഗിൾ ഫോർ ആൻഡ് എക്സസൈസ് ഇൻ ദ ഫീൽഡ് ഓഫ് പൊളിറ്റിക്സ് ടു ഇൻഫ്ലുവൻസ് ഡിസിഷൻ ആൻഡ് ആക്ഷൻ ഓഫ് അതേഴ്സ്. രാഷ്ട്രീയ മൂലധനം എന്നത് രാഷ്ട്രീയ മേഖലയിൽ തീരുമാനങ്ങളുടെയും ഡിസിഷന്റെയും, ഡിസിഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനം, ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം, തീരുമാനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും സ്വാധീനിക്കാൻ ഏജന്റുമാർ ശേഖരിക്കുകയും പോരാടുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന വിഭവങ്ങളുടെ തരമാണ് ഏത് രാഷ്ട്രീയ മൂലധനം. ഇപ്പൊ രാഷ്ട്രീയ മൂലധനം എന്ന് പറഞ്ഞാല് രാഷ്ട്രീയ മേഖലയില് എന്താണ് തീരുമാനങ്ങളുടെയും ഡിസിഷന്റെയും ആക്ഷൻ പ്രവർത്തനങ്ങളുടെയും സ്വാധീനിക്കാൻ, ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഏജന്റുമാർ ശേഖരിക്കുകയും പോരാടുകയും അതേപോലെ തന്നെ പ്രയോഗിക്കുകയും. അപ്പൊ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഈസ് ദ ടൈപ്പ് ഓഫ് റിസോഴ്സ് വിച്ച് ഏജന്റ്സ് അക്യുമുലേറ്റ്, സ്ട്രഗിൾ ഫോർ ആൻഡ് എക്സസൈസ് ഇൻ ദ ഫീൽഡ് ഓഫ് പൊളിറ്റിക്സ് ടു ഇൻഫ്ലുവൻസ് ഡിസിഷൻ ആൻഡ് ആക്ഷൻ ഓഫ് അതേഴ്സ്. അതായത് പൊളിറ്റിക്കൽ മൂലധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, രാഷ്ട്രീയ മൂലധനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. രാഷ്ട്രീയ മൂലധനം രാഷ്ട്രീയ മേഖലയിൽ തീരുമാനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും സ്വാധീനിക്കാൻ ഏജന്റുമാർ ശേഖരിക്കുകയും പോരാടുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന വിഭവങ്ങളുടെ തരമാണ് ഏത് രാഷ്ട്രീയ മൂലധനം. And then political capital is actually a symbolic in the field of politics. Political capital is actually a symbolic in the field of politics. അതായത് രാഷ്ട്രീയ മൂലധനം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ മേഖലയിൽ ഒരു പ്രതീകാത്മക മൂലധനമാണ്, സിംബോളിക് ആണ്. പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഈസ് ആക്ച്വലി എ സിംബോളിക് ഇൻ ദ ഫീൽഡ് ഓഫ് പൊളിറ്റിക്സ്. രാഷ്ട്രീയ മൂലധനം രാഷ്ട്രീയ മേഖലയിലെ ഒരു പ്രതീകാത്മക മൂലധനമാണ്. രാഷ്ട്രീയ മൂലധനം പൊളിറ്റിക്കൽ ഫീൽഡിലെ ഒരു സിംബോളിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീകാത്മകം. അപ്പോ രാഷ്ട്രീയ മൂലധനം പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ മേഖലയിലെ ഒരു സിംബോളിക് ആണ് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രതീകാത്മകമാണ്. അപ്പൊ രാഷ്ട്രീയ മൂലധനം രാഷ്ട്രീയ മേഖലയിൽ എന്താണ്?
അതായത് രാഷ്ട്രീയ മൂലധനം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ മേഖലയിൽ ഒരു പ്രതീകാത്മകമാണ്. ഇൻ ജനറൽ പാർലൻസ് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഈസ് എ സോർട്ട് ഓഫ് ഗുഡ് വിൽ, ട്രസ്റ്റ് ആൻഡ് പ്രിസ്റ്റേജ് എ പേഴ്സൺ ഓർ പൊളിറ്റീഷ്യൻ ഏൺ വിത്ത് ദ പബ്ലിക് ടു ഗെയിൻ പൊളിറ്റിക്കൽ ബെനഫിറ്റ്. അതായത് പൊതുവായി പറഞ്ഞാൽ ഇൻ ജനറൽ പാർലൻസ് പറഞ്ഞാൽ പൊതുവായി പറഞ്ഞാൽ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ രാഷ്ട്രീയ മൂലധനം എന്നത് ഒരു വ്യക്തിയോ രാഷ്ട്രീയക്കാരനോ രാഷ്ട്രീയ നേട്ടങ്ങൾ നേടുന്നതിനായി പൊതുജനങ്ങളിൽ നിന്നും സമ്പാദിക്കുന്ന ഒരു തരം സൽസ്വഭാവം, വിശ്വാസം, അന്തസ്സ് എന്നിവയാണ്. പ്രിസ്റ്റേജ് എ പേഴ്സൺ ഓർ പൊളിറ്റീഷ്യൻ ഏൺ വിത്ത് ദ പബ്ലിക് ടു ഗെയിൻ പൊളിറ്റിക്കൽ ബെനിഫിറ്റ്. അപ്പോൾ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്നത് രാഷ്ട്രീയ മൂലധനം എന്നത് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ രാഷ്ട്രീയ മൂലധനം എന്നത് ഒരു വ്യക്തിയോ ഒരു പേഴ്സണോ ഒരു പൊളിറ്റീഷ്യനോ ഒരു രാഷ്ട്രീയക്കാരനോ രാഷ്ട്രീയ നേട്ടങ്ങൾ നേടുന്നതിനായി, രാഷ്ട്രീയ നേട്ടം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ബെനിഫിറ്റ്. അപ്പോൾ ഒരു പേഴ്സണോ അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരനോ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് നേടുന്നതിന് വേണ്ടി എന്ത് ചെയ്യാണ്? രാഷ്ട്രീയ നേട്ടങ്ങൾ നേടുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? പൊതുജനങ്ങളിൽ നിന്നും സമ്പാദിക്കുന്ന ഒരു തരം സൽസ്വഭാവം, വിശ്വാസം, അന്തസ്സ് എന്നിവയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാഷ്ട്രീയ മൂലധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ രാഷ്ട്രീയ മൂലധനം എന്നത് ഒരു വ്യക്തിയോ ഒരു രാഷ്ട്രീയക്കാരനോ രാഷ്ട്രീയ നേട്ടങ്ങൾ നേടുന്നതിനായി പൊതുജനങ്ങളിൽ നിന്നും സമ്പാദിക്കുന്ന ഒരു തരം സൽസ്വഭാവം, വിശ്വാസം, അന്തസ്സ് എന്നിവയാണ്. പ്രിസ്റ്റേജ്, ഗുഡ് വില്ല്, സോർട്ട് തുടങ്ങിയവ, സോർട്ട് ഓഫ് ഗുഡ് വില്ല്, ട്രസ്റ്റ്, പ്രിസ്റ്റേജ് തുടങ്ങിയവയാണ് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ. Such goodwill and trust a politician or a person earn are actually affect with them to gain public favor. അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരനോ വ്യക്തിയോ നേടുന്ന അത്തരം സ്വഭാവവും വിശ്വാസവും യഥാർത്ഥത്തിൽ പൊതുപ്രീതി നേടുന്നതിനുള്ള ആസ്തികളാണ്. Such goodwill and trust a politician or a person earn are actually affect with the gain public favor. ഒരു രാഷ്ട്രീയക്കാരനോ ഒരു പൊളിറ്റീഷ്യനോ പേഴ്സൺ ഒരു വ്യക്തിയോ നേടുന്ന സൽസ്വഭാവവും ഗുഡ്വില്ലും ട്രസ്റ്റ് വിശ്വാസവും യഥാർത്ഥത്തിൽ പൊതുജനപ്രീതി നേടുന്നതിനുള്ള ആസ്തികളാണ്, പബ്ലിക് ഫേവർ നേടുന്നതിനുള്ള അസറ്റുകളാണ്. അപ്പോൾ ഒരു പേഴ്സണും ഒരു ഒരു പൊളിറ്റീഷ്യനും ഒരു രാഷ്ട്രീയക്കാരനും നേടുന്ന ഗുഡ്വില്ലും ട്രസ്റ്റും എന്തിനുള്ള അഫക്റ്റ് ആണ് എന്നാ പറയുന്നത്? പബ്ലിക് ഫേവർ നേടുന്നതിനുള്ള അഫക്റ്റ് ആണ്. ഇപ്പൊ പബ്ലിക് ഫേവർ നേടുന്നതിനുള്ള അഫക്റ്റ് ആണ് ഗുഡ്വില്ലും ട്രസ്റ്റും. ആര് നേടുന്നത്? പൊളിറ്റീഷ്യനോ ഒരു പേഴ്സണോ ഒരു രാഷ്ട്രീയക്കാരനോ ഒരു വ്യക്തിയോ നേടുന്ന ഗുഡ്വില്ലും ട്രസ്റ്റും എന്തിനുള്ള അഫക്റ്റ് ആണെന്നാ പറയുന്നത്? പബ്ലിക് ഫേവർ നേടുന്നതിനുള്ള ഒരു അഫക്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ കുട്ടികളെ, 7ാമത്തെ യൂണിറ്റ് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് ടോപ്പിക് നമ്മൾ അതിൽ പഠിച്ചു. ഡെഫിനിഷൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു, ഷിഫ്റ്റ് ഇൻ ദ ഫോക്കസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു, പൊളിറ്റിക്കൽ സോഷ്യോളജി ആ സബ് ഫീൽഡ് ഓഫ് സോഷ്യോളജി പഠിച്ചു. അതേപോലെ തന്നെ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സോഷ്യോളജി ആൻഡ് സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സ് എന്താന്ന് കണ്ടു. പൊളിറ്റിക്കൽ കൾച്ചർ പഠിച്ചു, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ പഠിച്ചു, പൊളിറ്റിക്കൽ ക്യാപിറ്റൽ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിഫൈൻ ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ.